പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. അഴീക്കോട് മാഷ് തൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ആദ്യം പഠിക്കാൻ പോയത് വൈദ്യമാണ്. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിൽ ഒരു വർഷക്കാലം അദ്ദേഹം വൈദ്യപഠനത്തിന് ചേരുന്നുണ്ട്. പിന്നീട് തൻ്റെ അഭിരുചിക്ക് നിരക്കുന്നതല്ല എന്ന് തോന്നിയിട്ടാവണം അദ്ദേഹം തൻ്റെ പിതാവ് ജോലി ചെയ്തിരുന്ന മംഗലാപുരത്ത് പോവുകയും അവിടുത്തെ സെൻറ്റ് ജോസഫ്സ് കോളേജിലെ ഇൻ്റർമീഡിയറ്റ് വിദ്യാർത്ഥിയായിട്ട് ആദ്യം ചേരുകയും പിന്നീട് ബികോമിന് ചേർന്ന് അവിടെ നിന്ന് ബിരുദം നേടുകയും ചെയ്തത്. അങ്ങനെ നോക്കിയാൽ അഴീക്കോട് മാഷെ ഔദ്യോഗിക വിദ്യാഭ്യാസം, ഔപചാരിക വിദ്യാഭ്യാസം സാഹിത്യമായിട്ട് ബന്ധമുള്ളൊരു കാര്യമല്ല. ഒന്ന് ചികിത്സയായിരുന്നു, രണ്ട് കണക്കായിരുന്നു. ഞാനങ്ങനെ ആലോചിക്കുമ്പോൾ ഒരർത്ഥത്തിൽ ആ ചികിത്സയ്ക്കൊരു വേറെ നിലയിലൊരു സാങ്കത്യമുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ രചനാജീവിതം, അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ ജീവിതം അടിസ്ഥാനപരമായിട്ടൊരു ചികിത്സ ലക്ഷ്യം വച്ചിട്ടുള്ളതായിരുന്നു. നമ്മുടെ സമൂഹത്തെ വലയം ചെയ്യുന്ന നാനാതരം വ്യാധികളോട് താൻ ഒറ്റക്കൊരാളായിട്ട് നിന്ന് നടത്തിയ സമരമാണ് ഒരു നിലയ്ക്ക് അഴീക്കോട് മാഷുടെ ജീവിതം. ആ നിലയിൽ അതൊരു ചികിത്സയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ടെറി ഗിൽട്ടൺ ചികിത്സകരെക്കുറിച്ച് പറയുന്നൊരു കാര്യം, ഒരു ചികിത്സകൻ്റെ യഥാർത്ഥത്തിലുള്ള താല്പര്യം താൻ ആവശ്യമില്ലാത്തൊരു സമൂഹം ഉണ്ടാവുക എന്നതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. ഒരു നല്ല ചികിത്സകൻ രോഗികളില്ലാത്തൊരു സമൂഹം ഉണ്ടാകാനായിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെ രോഗികളില്ലാത്തൊരു സമൂഹം ആകുമ്പോൾ താനും ആവശ്യമില്ലാതായിത്തീരുന്നു എന്ന് ഈഗിൾട്ടൺ മാർസിനെ കുറിച്ച് എഴുതുന്നൊരു സന്ദർഭത്തിൽ പറഞ്ഞതാണ്. അതൊരു പ്രധാനപ്പെട്ട ആശയമാണെന്ന് തോന്നുന്നു. കാരണം അഴീക്കോട് മാഷ ചിന്താജീവിതത്തിൻ്റെ, സാമൂഹ്യ ജീവിതത്തിൻ്റെ ഇങ്ങേ തലക്കിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹം ജീവിച്ച കാലത്ത് അദ്ദേഹം ഉണ്ടാക്കിയ ക്ഷോഭങ്ങൾ, തർക്കങ്ങൾ, വാദപ്രതിവാദങ്ങൾ, അതുണ്ടാക്കിയ വലിയ ഊർജങ്ങൾ, ഇതൊക്കെ കാലത്തിൽ വിലയം പ്രാപിച്ചു പോയതായിട്ട് തോന്നും. ഞാൻ ഇന്നലെ പി കെ ബാലകൃഷ്ണനെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. ബാലകൃഷ്ണനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ രചനകൾ കാലത്തിലൂടെ വളർന്ന് വലുതായി വരുന്നത് അദ്ദേഹത്തിൻ്റെ കൃതികൾ ഇപ്പോൾ എടുത്ത് വായിച്ചാൽ നമുക്ക് തോന്നും. വാസ്തവത്തിൽ അഴീക്കോട് മാഷ് അത്തരത്തിൽ കാലത്തിലൂടെ വളർന്നു വലുതാകാവുന്ന കൃതികൾ രചിക്കുന്നതിനേക്കാൾ തൻ്റെ മുമ്പിലുള്ള പ്രശ്നങ്ങളോട് നിരന്തരമായി സംവദിക്കാനും അതിനോട് ഏറ്റുമുട്ടാനും പലർക്കും നിസ്സാരമെന്ന് തോന്നുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സമൂഹത്തോട് വലിയ തോതിൽ സംസാരിക്കാനുമാണ് ശ്രമിച്ചു പോകുന്നത്. പണ്ട് ഈ പുരോഗമന സാഹിത്യത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് വിജയൻ മാഷ് പറയുന്ന രസമുള്ള ഒരാശയം, അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, ഈ പുരോഗമന സാഹിത്യം കാലാതിവർത്തിയല്ലല്ലോ, കാലത്തെ അതിജീവിച്ചില്ലല്ലോ, അപ്പം മാഞ്ഞു പോയില്ലേ? അപ്പം മാഷ് അതിന് പറഞ്ഞൊരു ഉത്തരം, പുരോഗമന സാഹിത്യം ചരിത്രത്തിൻ്റെ ഇന്ധനമാണ്. വണ്ടി ഓടിക്കഴിഞ്ഞിട്ട് പെട്രോൾ എവിടെയെന്ന് ചോദിക്കരുത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഏതാണ്ട് ഈ ഒരു ദൗത്യം അഴീക്കോട് മാഷെ വിചാര ജീവിതത്തിൽ ഏറെക്കുറെ നമുക്ക് കാണാം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം ഈ കാലത്തെ ചലിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ തൻ്റെ മുമ്പിൽ വന്നുവിട്ട പ്രശ്നങ്ങളോട് ഏറ്റുമുട്ടാനും ശണ്ഠ കൂടാനും ചിലപ്പോഴൊക്കെ നമുക്ക് നിസ്സാരമെന്ന് തോന്നാവുന്ന കാര്യങ്ങളിൽ വരെ പോയി തലയിടാനും അതിൻ്റെ പഴി കേൾക്കാനും ഒക്കെ സന്നദ്ധനായിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ അവസാന കാലത്തെ പ്രസിദ്ധമായ ഒരു തർക്കം മോഹൻലാലുമായിട്ടായിരുന്നു. നിങ്ങൾ ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാവും. അപ്പോൾ ഒരു ഇൻ്റർവ്യൂവിലും അഴീക്കോട് മാഷോട് ചോദിക്കുന്നുണ്ട്, മാഷ് എന്തിനാണ് ഇങ്ങനെ ഈ നിസാര വിഷയങ്ങളിൽ പോയി തർക്കിക്കുന്നത്, എല്ലാറ്റിലും തർക്കിക്കുന്നത്? അന്ന് മാഷ് പറഞ്ഞ മറുപടി എന്നെ വലിയ തോതിൽ ആകർഷിച്ചൊരു മറുപടിയാണ്. മാഷ് പറഞ്ഞു, നിങ്ങൾ നടക്കുന്ന വഴിയിൽ ചെളി കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ അതിനെ നേരിടാം? അദ്ദേഹം പറഞ്ഞു, രണ്ട് വഴിയുണ്ട്. ഒന്ന്, ചെളി ചവിട്ടാതെ മാറി നടക്കാം. ചെളി ചവിട്ടാതെ മാറി നടന്നാൽ നിങ്ങളുടെ മേത്ത് ചെളിയാവില്ല, പക്ഷേ ചെളി അവിടെ ഉണ്ടാവും. രണ്ട്, ചെളി വാരിക്കളയാം. ചെളി വാരിക്കളഞ്ഞാൽ നിങ്ങളുടെ മേത്ത് ചെളി ഉണ്ടാവും, പക്ഷേ ചെളി വാരിക്കളയാം, ചെളി മാറും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ രണ്ടാമത്തെ പണിയാണ് ഞാൻ ചെയ്യുന്നത്. അതിന് അദ്ദേഹത്തിൻ്റെ ഒരു കാരണം, അദ്ദേഹം അതിന് പറഞ്ഞത് അത് ഗാന്ധിയുടെ വഴിയാണ് എന്നാണ്. ഗാന്ധിയുടെ വഴി ചെളി വാരലിൻ്റെതാണ്, ചവിട്ടാതെ മാറി നടക്കലല്ല.
മുന്നിൽ വന്ന ഒരു പ്രശ്നത്തോടും ഗാന്ധി പ്രതികരിക്കാതിരുന്നിട്ടില്ല. ഗാന്ധി ദിവസം നൂറുകണക്കിന് കത്തുകൾ എഴുതുമായിരുന്നു. തനിക്ക് തന്നെ എല്ലാ കത്തിനോടും പ്രതികരിക്കും, തനിക്കെതിരെയുള്ള എല്ലാ വിമർശനങ്ങളോടും പ്രതികരിക്കും, എല്ലാ വിഷയത്തിലും അഭിപ്രായം പറയും. അത് തൻ്റെ ഒരു ധാർമ്മിക ഉത്തരവാദിത്തമാണെന്ന് കരുതിക്കൊണ്ടാണ് ഗാന്ധി എഴുതുകയും പറയുകയൊക്കെ ചെയ്തിരുന്നത്. അഴീക്കോട് മാഷ് ആ സന്ദർഭത്തിൽ പറയുന്നുണ്ട്, അത് ഗാന്ധിയുടെ വഴിയാണ് ഈ ചെളി വാരിക്കളയൽ എന്നത്. അതുകൊണ്ട് അത് ചെളി നമ്മുടെ മേത്തും ആവും. അതല്ലാതെ സുരക്ഷിതമായിട്ടും സ്വസ്ഥമായിട്ടും ജീവിക്കുക എന്നുള്ളതിനേക്കാൾ ഈ ചെളി വാരിക്കളയാൻ കഴിയുമോ എന്നതൊരു ചോദ്യമായിട്ട്. അതുകൊണ്ട് MP നാരായണപിള്ളയ്ക്ക് കൊടുത്ത അവാർഡ് MP നാരായണപിള്ള നിരസിക്കുകയുണ്ടായല്ലോ. അന്ന് KM തരകനാണ് സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻറ്റ്. അന്ന് നാരായണപിള്ളയ്ക്ക് അവാർഡ് കൊടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ രീതിയിൽ അദ്ദേഹം പറഞ്ഞു, ഈ അവാർഡ് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അവാർഡ് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ അക്കാദമി അവാർഡ് തിരിച്ചെടുക്കുന്നു എന്ന് പറഞ്ഞു. അത് അഴീക്കോട് മാഷെ വല്ലാതെ ക്ഷോഭിപ്പിച്ചു. അഴീക്കോട് മാഷ് തനിക്ക് അതുവരെ കിട്ടിയ അവാർഡും സാഹിത്യ അക്കാദമിയുടെ ഫെല്ലോഷിപ്പും എല്ലാം പൊതിഞ്ഞെട്ടി കൊണ്ടു ചെന്ന് അക്കാദമിയുടെ ഓഫീസിൽ വെച്ചിട്ട് പോന്നു. ഞാൻ പറയുന്നത്, അങ്ങനെ മുമ്പിൽ വരുന്ന ഓരോ പ്രശ്നത്തോടും അദ്ദേഹം ഇങ്ങനെ ഒരു ഏറ്റുമുട്ടിക്കൊണ്ടിരുന്നു. അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഒരു വൈദ്യം അദ്ദേഹം പഠിച്ചില്ലെങ്കിലും ഒരു ചികിത്സകൻ എന്ന ആ പദവി ഒരു സാമൂഹ്യ ചികിത്സകൻ എന്ന നിലയിൽ എങ്ങനെയോ അദ്ദേഹം മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യമായിട്ട് അദ്ദേഹം ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. ഒരുപക്ഷെ ഇന്ന് അഴീക്കോട് മാഷെ നമ്മൾ ഓർക്കുന്നതിൻ്റെ പ്രധാന കാരണവും അദ്ദേഹത്തിൻ്റെ ആ ഒരു സവിശേഷമായ പ്രവൃത്തിയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അതിനേക്കാൾ ഇപ്പം അദ്ദേഹം എഴുതിയ അദ്ദേഹത്തിൻ്റെ രചനാജീവിതത്തെക്കാളും അദ്ദേഹത്തിൻ്റെ ഗവേഷണ പ്രബന്ധത്തെക്കാളും ഒക്കെ കൂടുതലായി അദ്ദേഹം നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിൽ അദ്ദേഹം നടത്തിയ ഇടപെടലുകളാണ് അദ്ദേഹത്തെ ഒരു വലിയ പേരായി നമ്മുടെ കാലത്തിലേക്ക് കൈമാറിയത് എന്നാണ് തോന്നുന്നത്. 1945 തോന്നുന്നു മാഷ്ടെ ആദ്യത്തെ പ്രസംഗം. 45-ലോ 44-ലോ. അന്ന് മാഷ്ക്ക് 19 വയസ്സ് ആയിട്ടേ ഉള്ളൂ. 1926 മെയ് 12 മാഷ്ടെ ജനനം. ഔദ്യോഗിക രേഖ അനുസരിച്ച് ഫെബ്രുവരി 24 മറ്റോ ആണ്. പക്ഷേ യഥാർത്ഥ ജനന തീയതി മെയ് 12 മറ്റോ ആണ്. ഏതാണ്ട് ഒരു 19 വയസ്സായപ്പോൾ പൊതുജീവിതത്തിൽ പ്രസംഗിക്കാൻ തുടങ്ങി. 2011 വരെ അദ്ദേഹം പ്രസംഗിച്ചു. അങ്ങനെ നോക്കിയാൽ ഏതാണ്ടൊരു 60 വർഷത്തോളം നീണ്ട പ്രസംഗമുണ്ട്. അത്രയും ദീർഘമായി പ്രസംഗിച്ച ആരെങ്കിലും കേരളം കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. 45 തുടങ്ങി 2011 വരെ ആകുമ്പോൾ ഏതാണ്ട് 60-ലധികം വർഷക്കാലത്തെ പ്രസംഗമുണ്ട്. ഏറ്റവും അവസാനം പ്രസംഗിച്ചത് ഞങ്ങളുടെ സർവകലാശാലയിലാണ്. ഞാൻ സംസ്കൃത സർവകലാശാലയിൽ പഠിപ്പിക്കുന്ന ഒരാളാണ്. അവിടെ 5 ദിവസക്കാലം അദ്ദേഹം ഭാരതീയ കാവ്യദർശനത്തെക്കുറിച്ച് പറയുകയുണ്ടായി. ആ ഭാരതീയ കാവ്യദർശനത്തെക്കുറിച്ച് പറയുന്ന രസസിദ്ധാന്തത്തെക്കുറിച്ച്, ധ്വനിയെക്കുറിച്ച്, വക്രോക്തിയെക്കുറിച്ച്, പിന്നെ ഭാരതീയത എന്നുള്ള ആശയത്തെക്കുറിച്ച്, അങ്ങനെ 5 ദിവസം ഉച്ചയ്ക്ക് ഓരോ ദിവസവും ഒരു 1.5 മണിക്കൂറൊക്കെ നീളുന്ന പ്രഭാഷണമാണ്. എല്ലാ ദിവസവും വിഷയത്തെക്കുറിച്ചല്ല കേട്ടോ മാഷ് സംസാരിക്കുക. മാഷ് ചിലപ്പോൾ ധ്വനി എന്ന് തുടങ്ങുകയും ചിലപ്പോൾ ഉമ്മൻചാണ്ടി കയറി വരികയും പിന്നെ ധ്വനി മുഴുവൻ ഉമ്മൻചാണ്ടിയായി മാറിപ്പോവുകയും ചെയ്യുന്നതൊക്കെ പ്രസംഗത്തിൽ അതിസാധാരണമാണ്. ഒരുപാട് കഴിഞ്ഞിട്ടാണ് പിന്നെ ചിലപ്പോൾ തിരിച്ചു വരിക. അപ്പോഴേക്കും 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ പറഞ്ഞ് ഇതെല്ലാമാണ് ധ്വനി എന്ന് പറഞ്ഞ് മാഷ് പോകും. അല്ലാതെ പറയുന്ന വിഷയം അക്കാദമികമായി ക്രമാനുഗതമായി പിന്തുടർന്ന് ചെന്ന് പ്രസംഗിക്കുന്ന അക്കാദമിക് രീതി മാഷ്ക്കുണ്ട്. ചില സന്ദർഭങ്ങളിൽ പക്ഷേ അതിൽ നിന്നൊക്കെ വളരെ പെട്ടെന്ന് കൊതറിച്ചാടിപ്പോവുകയും ചെയ്യും. അന്ന് ധ്വനിയെക്കുറിച്ച് പറഞ്ഞ ധ്വനി സിദ്ധാന്തമല്ല, രസസിദ്ധാന്തത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് അസാധാരണമായൊരു സന്ദർഭം ഉണ്ടായി. ഒരുപക്ഷെ ഇന്നത് ഓർക്കുമ്പോൾ, കാരണം ആ പ്രസംഗം കഴിഞ്ഞ് ഏതാണ്ട് ഒരു മാസത്തിനുള്ളിലാണ് മാഷ്ക്ക് ക്യാൻസർ രോഗമാണെന്ന് കണ്ടെത്തുന്നതും പിന്നെ മാഷ് ചികിത്സയിലേക്ക് പോകുന്നതും. പിന്നെ മാഷ് 1-2 സ്ഥലങ്ങളിൽ മാത്രമേ പിന്നെ പ്രസംഗിച്ചിട്ടുള്ളൂ. അന്ന് ഈ രസത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അസാധാരണമായ വിധത്തിൽ ചങ്ങമ്പുഴ കവിതയിലേക്ക് ഒക്കെ പോയിട്ട് അതിസാധാരണമായൊരു ഒരു വരിയെടുത്ത് അതിൻ്റെ മനോഹാരിത വല്ലാതെ വിശദീകരിക്കുന്നൊരു മാഷെ കാണുകയുണ്ടായി. വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കി തുള്ളിത്തുളുമ്പുകയല്ലേ എന്ന വരി മാഷ് ഇങ്ങനെ എടുത്തത്. എന്നിട്ട് ഈ തുള്ളിത്തുളുമ്പുകയല്ലേ എന്ന ആ പ്രയോഗത്തിൻ്റെ ചാരുതയെക്കുറിച്ച് മാഷ് കുറേയേറെ നേരം അന്ന് സംസാരിച്ചു. അപ്പം ഞാനത് കേട്ടിരുന്ന സമയത്ത് ആലോചിച്ചത്, ആരാണ് ഈ പറയുന്നത്? രമണനും മലയാള കവിതയും എന്ന പേരിൽ 1959 മാഷ് ഒരു പുസ്തകം എഴുതുന്നുണ്ട്. മാഷുടെ 3 സാഹിത്യ വിമർശന ഗ്രന്ഥങ്ങൾ
ഒന്ന് രമണനും മലയാള കവിതയുമാണ്. പിന്നെ ആശാൻ്റെ സീതാകാവ്യം 1954 ആശാൻ്റെ സീതാകാവ്യം. 63 ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെടുന്നു. ഇങ്ങനെ 3 അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സാഹിത്യ വിമർശന ഗ്രന്ഥങ്ങൾ എന്ന് പറയാവുന്നത്. പിന്നെ മലയാള സാഹിത്യ വിമർശനത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഗവേഷണ പ്രബന്ധം. ഈ രമണനും മലയാള കവിതയും എന്ന കൃതിയിൽ വാസ്തവത്തിൽ ചങ്ങമ്പുഴ കവിത തന്നെ മലയാള കവിതയുടെ ഒരു ക്ഷീണാവസ്ഥയുടെ അടയാളമാണ് എന്ന് വാദിച്ച് സമർത്ഥിക്കാനാണ് മാഷ് ശ്രമിച്ചിട്ടുള്ളത്. രമണനെ അദ്ദേഹം മാനിച്ചിട്ടില്ല, ചങ്ങമ്പുഴയെയും മാനിച്ചിട്ടില്ല. ചങ്ങമ്പുഴയൊക്കെ അതിദുർബലമായ വികാര ദൗർബല്യങ്ങളുടെ ആവിഷ്കാരമാണ് എന്ന് വാദിക്കുകയും കാൽപ്പനികതയുടെ തന്നെ ക്ഷീണാവസ്ഥയെയാണ് ചങ്ങമ്പുഴ പ്രതിനിധാനം ചെയ്യുന്നത്. ചങ്ങമ്പുഴയുടെ തന്നെ ദുർബലമായൊരു രചനയാണ് ഈ രമണൻ. അതുകൊണ്ട് രമണനെ പരിശോധിച്ചാൽ കാൽപ്പനികതയുടെ മൊത്തം പരിമിതികളെ നമുക്ക് കാണിച്ചു തരാൻ പറ്റുമെന്നാണ് ആ കൃതിയിൽ അദ്ദേഹം വാദിച്ചത്. അവിടെ നിന്ന് മാഷ് എത്തുന്നത് 2011 എത്തുമ്പോൾ ഈ ഒരു വരിയിൽ തത്തി നിന്നിട്ട് ഒരു പക്ഷേ കാൽപ്പനികതയുടെ മനോഹാരിതയെ ഈ വരിയിൽ നിന്ന് നിർദ്ധാരണം ചെയ്തെടുക്കുന്ന മാഷെ ഞാൻ കാണുകയുണ്ടായി. അതൊരു നിലയ്ക്ക് പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് തൻ്റെ തന്നെ ബോധ്യങ്ങളെ ഉപേക്ഷിക്കാനുള്ളൊരു ബലം ഉണ്ട്. ഞാൻ വേറൊരു സന്ദർഭത്തിലും ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. 2010 തൃശ്ശൂർ ലളിതകലാ അക്കാദമി കേസരി ബാലകൃഷ്ണപിള്ളയുടെ മരണത്തിൻ്റെ 50ാം വാർഷികം മുൻനിർത്തി ഒരു സെമിനാർ സംഘടിപ്പിക്കുകയുണ്ടായി. ആ സെമിനാറിൻ്റെ ഉദ്ഘാടനം അഴീക്കോട് മാഷായിരുന്നു. അപ്പം അന്ന് മാഷ് പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ സാഹിത്യ വിമർശന ഗ്രന്ഥത്തിൽ മലയാള സാഹിത്യ വിമർശനം എന്ന അദ്ദേഹത്തിൻ്റെ ഗവേഷണ പ്രബന്ധത്തിൽ കേസരിയെ വളരെ നിഷേധാത്മകമായിട്ട് വിലയിരുത്തിയ ഒരാളാണ്. നിങ്ങൾ വായിച്ചു നോക്കിയാൽ അത് കാണാം. ആ ഗവേഷണ പ്രബന്ധത്തിന് പല സവിശേഷതകളുമുണ്ട്. ഇപ്പോൾ CP അച്യുതമേനോൻ എന്ന് പറയുന്ന മലയാളത്തിലെ വലിയ നിരൂപകന്മാരിൽ ഒരാളെ ഉറപ്പിച്ചെടുക്കുന്നത് മാഷ്ഡ ഗവേഷണ പ്രബന്ധമാണ്. അതുവരെ വിദ്യാവിനോദിനിയിൽ ചെറിയ ചെറിയ ലേഖനങ്ങൾ മാത്രം എഴുതിയിരുന്നു എന്ന് നമ്മൾ പൊതുവെ മനസ്സിലാക്കി പോന്ന ഈ CP അച്യുതമേനോനെ മലയാള വിമർശനത്തിൻ്റെ ഏറ്റവും പ്രൗഢമായ അടിസ്ഥാനങ്ങളിലൊന്നായിട്ട് സ്ഥാപിച്ചെടുത്തത് അഴീക്കോട് മാഷയുടെ ഗവേഷണ പ്രബന്ധമാണ്. ആ പുസ്തകം നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. അച്യുതമേനോൻ ഒരു പുസ്തകമൊന്നും എഴുതിയിട്ടില്ല, വിദ്യാവിനോദിനിയിൽ എഴുതിയ ചെറിയ ചെറിയ ലേഖനങ്ങളാണ്. പക്ഷേ ഈ ലേഖനങ്ങളാണ് അടിസ്ഥാനപരമായ, കേരളോർമ്മയാണെങ്കിൽ പൊതുവെ എല്ലാറ്റിനെയും പ്രശംസിക്കുന്ന ഒരു സമീപനാണ് സ്വീകരിച്ചതെങ്കിൽ അഴീക്കോട് മാഷ് അതിനിട്ട പേര് പോഷക വിമർശനം എന്നാണ്. അഴീക്കോട് മാഷിൻ്റെ ചില പ്രത്യേക പേരുകളാണ് കേട്ടോ. ആ പുസ്തകം വായിച്ചാൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന ഒരു പ്രയോഗമുണ്ട്. ആ പഠനത്തിൻ്റെ സൈദ്ധാന്തിക അടിസ്ഥാനമായിട്ട് ടോയൻബിയുടെ ചലഞ്ച് ആൻഡ് റെസ്പോൺസ് തിയറിയാണ് അദ്ദേഹം എടുക്കുന്നത്. സ്റ്റഡി ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്ന ടോയൻബിയുടെ പുസ്തകത്തിലെ ഒരു സവിശേഷമായ വെല്ലുവിളി ഉയർന്നു വരുമ്പോൾ ആ വെല്ലുവിളിയോടൊരു ചരിത്രഘട്ടം പ്രതികരിക്കുകയും അങ്ങനെ വെല്ലുവിളികൾക്ക് നൽകുന്ന മറുപടികളിലൂടെ ചരിത്രം പടിപടിയായി മുന്നോട്ട് നീങ്ങുകയും ചെയ്യുന്നു എന്ന് ലോകചരിത്രത്തെ മുൻനിർത്തി വാദിച്ച് സമർത്ഥിക്കുന്ന അതിഗംഭീരമായൊരു പഠനമാണ് സ്റ്റഡി ഓഫ് ഹിസ്റ്ററി എന്ന അർണോൾഡ് ടോയൻബിയുടെ 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ചരിത്രകാരനും ചരിത്ര ചിന്തകന്മാരിൽ ഒരാളുമാണ്. അത് സ്വീകരിച്ചിട്ടാണ് തൻ്റെ ഗവേഷണ പ്രബന്ധത്തിൻ്റെ ഒരു മെത്തഡോളജിക്കൽ ഫ്രെയിം മാഷ് രൂപപ്പെടുത്തുന്നത്. അതിൽ ഈ ചലഞ്ച് ആൻഡ് റെസ്പോൺസ് എന്നുള്ളതിന് മൂപ്പര് കൊടുത്ത മലയാളം വായിച്ചാൽ നമുക്ക് പേടിയാവും. ആസ്കന്ദന പ്രതികരണം എന്നാണ്. ഞാൻ ഈ ആസ്കന്ദനം എന്താണെന്ന് കണ്ടുപിടിക്കാൻ തന്നെ ഒരുപാട് സമയമെടുത്തു. ചലഞ്ച് ആൻഡ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഒരുവിധം എല്ലാവർക്കും മനസ്സിലാവും. അങ്ങനെ ഒരു പദാവലിയാണ്. അതായത് പണ്ട് ഈ CN ശ്രീകണ്ഠൻ നായരുടെ നാടകത്തെക്കുറിച്ച് പറയുമ്പോൾ CNൻ്റെ ഭാഷ അങ്ങനെയാണല്ലോ, ഇങ്ങനെ പ്രൗഢമായ ആലങ്കാരികമായ മുഴക്കമുള്ള പദാവലികളിൽ മാത്രമേ സംസാരിക്കുകയുള്ളൂ. അപ്പോൾ CNനെക്കുറിച്ച് സാനുമാഷ് പറയുന്നുണ്ട്, മകനെ തല്ലിയെന്ന് പറയില്ല, താടനം ചെയ്തു എന്നേ പറയുള്ളൂ. കാരണം ഈ ശ്രീരാമൻ സംസാരിക്കുന്ന ഭാഷയിലേ സംസാരിക്കുള്ളൂ, അല്ലാതെ കുറഞ്ഞ ഭാഷയില്ല. ഏതാണ്ട് അങ്ങനെ ഒരു ഭാഷയിൽ അക്കാലത്ത് എഴുതിയിരുന്നത്. അഴീക്കോട് മാഷയെക്കുറിച്ച് അന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗം സംസ്കൃതമായിരുന്നു എന്നാണ് അക്കാലത്ത് പലരും ഒരു നസ്യം പോലെ പറഞ്ഞിരുന്നത്. അങ്ങനെ കേസരി ആ പുസ്തകത്തിൽ വിലയിരുത്തുന്നത് വടക്കൻകൂർ രാജരാജവർമ്മയെപ്പോലെ യാന്ത്രികമായ കൽപ്പനകളിലേക്ക്, സിദ്ധാന്തങ്ങളിലേക്ക് സാഹിത്യത്തെ വെട്ടിയൊതുക്കാൻ ശ്രമിച്ച ഒരു കൃത്രിമ നിരൂപണത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഈ അദ്ദേഹത്തിൻ്റെ ഗവേഷണ പ്രബന്ധത്തിൽ കേസരിയെ വിലയിരുത്തിയിട്ടുള്ളത്. വാസ്തവത്തിൽ കേസരിയെ വിലയിരുത്താവുന്നതിൻ്റെ പരമാവധി തെറ്റായ വിലയിരുത്തലാണത്. അതിനേക്കാൾ തെറ്റായിട്ട് കേസരിയെ വിലയിരുത്താൻ പറ്റില്ല.
മാഷിൻ്റെ പക്ഷേ അഭിരുചിയുടെ സവിശേഷത കൊണ്ട് മാഷ് കേസരിയെ പൂർണ്ണമായിട്ട് തള്ളിപ്പറയാണ് ചെയ്തത്. ആ പുസ്തകം വന്നിട്ടുള്ളത് 1983 മറ്റാണ് അത് പുസ്തകമായി വന്നത്. അദ്ദേഹത്തിൻ്റെ PhD പ്രബന്ധമാണ്. കേരള സർവകലാശാലയിൽ ഡോക്ടർ ശൂരനാട് കുഞ്ഞമ്പിള്ളയോ മറ്റോ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ മാർഗദർശി. അതിലദ്ദേഹം വാദിച്ച് സമർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, വിസ്തരിച്ച് വാദിച്ച് സമർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ 1980കളിൽ അത് വാദിച്ചു പോകുന്ന അദ്ദേഹം പക്ഷേ അന്ന് സംസാരിക്കുമ്പോൾ പറഞ്ഞൊരു വാക്യം, കേസരി വാസ്തവത്തിൽ സാഹിത്യ വിമർശകനായിരുന്നില്ല, കേസരി ഒരു ജീവിത വിമർശകനായിരുന്നു, അത് മനസ്സിലാക്കാൻ ഞങ്ങൾ കുറേയേറെ വൈകി എന്ന് പറയുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. കാരണം കേസരിയെ സംബന്ധിച്ച് സാഹിത്യം എന്ന് പറയുന്നത് മറ്റ് സാഹിത്യ ചിന്തകന്മാരെ പോലെ ഒറ്റതിരിഞ്ഞ് പഠനത്തിൻ്റെ ഒരു വിഷയമൊന്നുമല്ല. മറിച്ച് കേസരി വലിയ ഒരു വിശാല ചക്രവാളത്തിലാണ് സാഹിത്യത്തെ കണ്ടത്. ഇപ്പോൾ നമ്മുടെ ഒരു വലിയ കഥാകൃത്തിൻ്റെ ഒരു കഥയെക്കുറിച്ച് നിരൂപണം നടത്തുന്ന സമയത്ത് ആ കഥയുടെ പ്രമേയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഷ്ഠരോഗിയുടെ കഥയാണ്. അപ്പോൾ കുഷ്ഠരോഗം മാറാത്ത അസുഖമാണ് എന്ന അസംഷനിൽ എഴുതപ്പെട്ട കഥയാണത്. അപ്പോൾ കേസരി അതിൻ്റെ വിമർശനം എഴുതുന്ന സമയത്ത് ഈ കഥയുടെ കേന്ദ്രം കുഷ്ഠരോഗം മാറാത്ത അസുഖമാണ് എന്ന ഒരു ധാരണയാണ്. വാസ്തവത്തിൽ കുഷ്ഠരോഗം മാറാവുന്ന ഒരു അസുഖമാണ്, ചികിത്സിച്ച് ഭേദാക്കാവുന്ന ഒരു അസുഖമാണ്, അത് പാശ്ചാത്യ ഭിഷകരന്മാരത് കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് പിന്നെ വിസ്തരിച്ച് പ്രതിപാദിക്കുന്നത് കുഷ്ഠരോഗ ചികിത്സയുടെ കഥയാണ്. അപ്പോൾ നിങ്ങൾ കഥാനിരൂപണം വായിച്ചാൽ 1/2 പേജ് കഥാനിരൂപണവും പിന്നെ 3 പേജ് കുഷ്ഠരോഗമാണ്. അപ്പോൾ കേസരിയുടെ രീതി അതാ. കേസരിക്ക് അങ്ങനെ സാഹിത്യം എന്ന് പറയുന്നത് അതുമാത്രമായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. അദ്ദേഹം പറയുന്നുണ്ട്, ശില്പകലയെക്കുറിച്ച് പഠിക്കുന്ന ആളുകൾ ഈ കല്ലിൻ്റെ തോതും തരവും നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ജിയോളജിക്കലായൊരു ധാരണയില്ലാതെ നിങ്ങൾ ശില്പകലയെക്കുറിച്ച് പറഞ്ഞാൽ കല്ലാണ് ശില്പത്തെ രൂപപ്പെടുത്തുന്നത്. അതുകൊണ്ട് കല്ലിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള നല്ല അറിവില്ലാതെ ശില്പകലയെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറയുന്നത്. കേസരിയുടെ ഒരു നമ്മളിന്ന് മൾട്ടി ഡിസിപ്ലിനറി എന്നോ ഇൻ്റർ ഡിസിപ്ലിനറി എന്നൊക്കെ പറയുന്ന മെത്തേഡിൻ്റെ ഒരു പൂർവ്വരൂപം കേസരിയിലുണ്ട്. അതുകൊണ്ട് തന്നെ കേസരിക്ക് സാഹിത്യം ഒറ്റതിരിഞ്ഞൊരു കാര്യമായിരുന്നില്ല. ജീവിതാവിഷ്കാരത്തിൻ്റെ ഒരു വിശാല ഭൂപടത്തിലെ ഒരു സന്ദർഭമായിട്ട് കേസരി സാഹിത്യത്തെ കണ്ടു എന്നല്ലാതെ അതിനപ്പുറം കണ്ടിട്ടില്ല. ഇത് പക്ഷേ മാഷ് മനസ്സിലാക്കുന്നത് താരതമ്യേന വളരെ വൈകിയാണ്. പക്ഷെ വളരെ വൈകിയാണ് മനസ്സിലാക്കിയതെങ്കിലും അത് അംഗീകരിക്കാൻ, തിരുത്താനായിട്ട് മാഷ്ക്ക് പറ്റിയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വാക്യം പറഞ്ഞത്. കേസരി ഒരു സാഹിത്യ വിമർശകനായിരുന്നില്ല, അദ്ദേഹം ഒരു ജീവിത വിമർശകനായിരുന്നു, അത് മനസ്സിലാക്കാൻ ഞങ്ങൾ കുറേയേറെ വൈകി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ ഈ 2 ഉദാഹരണങ്ങൾ എടുത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ തൻ്റെ തന്നെ ബോധ്യങ്ങളെ പരിഷ്കരിക്കാനുള്ള, തൻ്റെ തന്നെ ബോധ്യങ്ങളെ തിരുത്താനുള്ള, അങ്ങനെ തിരുത്തി കഴിഞ്ഞാൽ അത് ഉപേക്ഷിക്കാനുള്ള ഒരു സന്നദ്ധത മാഷിൽ ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ എപ്പോഴും ആലോചിക്കും, മാഷിലൊരു കുട്ടിയുണ്ട്, ഒരു നിഷ്കളങ്കനായ ഒരാളുണ്ട്, അതുപോലെ തന്നെ ശുണ്ഠി പിടിക്കുകയും ചെയ്യും. ആരോടാണ് യുദ്ധം ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ആ നിലയിൽ കുട്ടിക്കൃഷ്ണ മാരാർ മാഷിൻ്റെ ഒരു കഥാപാത്രം. മാരാർക്ക് ഈ തർക്കത്തിൻ്റെ ഒരു ആശാനാണല്ലോ. ഒരു കത്തിൽ, ഒരു ലേഖനത്തിൽ മാരാർ എഴുതുന്നുണ്ട്, ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഈ ലേഖനം വായിച്ചപ്പോൾ അതിനോട് പ്രതികരിക്കണ്ട എന്നാണ് ആദ്യം കരുതിയത്. പിന്നെ ആലോചിച്ചപ്പോഴാണ് ഒരു തർക്കത്തിന് വകയുണ്ടല്ലോ എന്ന് തോന്നിയത്. അതുകൊണ്ടാണ് ഇത് എഴുതുന്നത്. ഇങ്ങനെ തർക്കം എന്നത് മാരാരുടെ ഒരു അടിസ്ഥാന വാശിയാണ്. പല ലേഖനങ്ങളും തർക്കമാണ് കേട്ടോ. ഇപ്പോൾ കുമാരനാശാൻ്റെ ലീലാകാവ്യത്തെക്കുറിച്ച് മാരാർ എഴുതുന്നത് ലീലയുടെ ഭർത്താവിനെ കൊന്നു എന്നാണ്. ലീല ഭർതൃഘാതിനിയാണ് എന്ന് പറഞ്ഞൊരു ലേഖനം എഴുതി. അവളുടെ ശൈനീയ ശായിയാം പുരുഷൻ ഒരു നാൾ ഉഷസ്സിൽ ഉണർന്നിടാതെയായി എന്നൊരു വലിയ ആശാൻ എഴുതിയിട്ടുള്ളൂ. ഭർത്താവ് എങ്ങനെ മരിച്ചു എന്നുള്ളതൊന്നും ആ കവിതയിൽ ഒരു പ്രശ്നമേ അല്ല. ഭർത്താവ് മരിച്ചാലും മരിച്ചില്ലെങ്കിൽ ഏതാണ്ട് ഒരേ പദവിയാണ് ആ കവിതയ്ക്കകത്ത്. പക്ഷെ മാരാർ ഈ 2 വരിയിൽ കയറി പിടിച്ചിട്ട് മാരാർ അതിനെ വാദിച്ച് ഭർത്താവ് മരിച്ചതല്ല, ലീല കൊന്നതാണ് എന്ന് ഗംഭീരമായിട്ട് സമർത്ഥിച്ചു. 30 കൊല്ലം ആളെ ചുറ്റിച്ചു കേട്ടോ. 30 കൊല്ലം പിന്നെ ലീലാകാവ്യത്തെക്കുറിച്ചുള്ള ചർച്ച ഈ കൊന്നതാണോ മരിച്ചതാണോ എന്നുള്ളതായിരുന്നു. കൊന്നതായാലും മരിച്ചതായാലും ഈ കവിത ഇന്ന് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും, യാതൊരു സാങ്കത്യവും ആ കവിതയ്ക്കകത്ത് ഈ പ്രശ്നത്തിനില്ല. പക്ഷെ മാരാരുടെ ഒരു താർക്കിക ബുദ്ധി കൊണ്ട് 3 പതിറ്റാണ്ട് മലയാളികളെ ചുറ്റിക്കാനായിട്ട് പറ്റി. ഇതാണ് മാരാരുടെ ഒരു രീതി. അതിനെക്കുറിച്ച് പിന്നീട് നമ്മുടെ വിജയമാഷ് പറയുന്നൊരു നല്ല നിരീക്ഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാരാർ നന്നായിട്ട് കേസ് വാദിച്ചു, പക്ഷെ കേസ് മാറിപ്പോയി എന്നുള്ളതാണ്. നന്നായിട്ട് വാദിച്ചു, പക്ഷെ കേസ് വേറെയായിരുന്നു, വാദിക്കേണ്ട വിഷയം വേറെയായിരുന്നു, പക്ഷെ നന്നായിട്ട് വാദിച്ചു. മാരാർ അങ്ങനെ പലതും വാദിച്ചിട്ടുണ്ട്. ഇപ്പം മുണ്ടക്കൽ സന്ദേശം ഒരു മുഴുത്ത ചിരി എന്ന് പറഞ്ഞ് ഉണ്ണുനീലി സന്ദേശം ഹാസ്യ കവിതയാണ് എന്നാണ് മാരാരുടെ വാദം. ഇങ്ങനെ വിചിത്രങ്ങളായ വാദങ്ങളായിട്ട് വരും. പക്ഷെ അതിനെയൊക്കെ മറികടന്ന വലിയ നിരൂപകനായിരുന്നു കേട്ടോ. അത് ഭാരത പര്യടനം വായിച്ചു നോക്കിയാൽ അറിയാം. ഭാരത പര്യടനത്തെക്കാൾ മെച്ചപ്പെട്ട ഒരു മഹാഭാരത പഠനം എൻ്റെ അറിവിൽ മലയാളത്തിലെന്നല്ല ഇന്ത്യയിലെ ഒരു ഭാഷയിലും ഉണ്ടായിട്ടില്ല. അത്ര പ്രൗഢമാണ്.
അത് മഹാഭാരതത്തെ ഒന്നും അല്ല നോക്കുന്നത്, മനുഷ്യാവസ്ഥയുടെ ആഴത്തിലേക്ക് തുറന്നു വെച്ചൊരു കണ്ണാണ്. അത് വിശദീകരിക്കാൻ മഹാഭാരതത്തിൽ നിന്നൊരു സന്ദർഭം എടുക്കുന്നു മാത്രമേ ഉള്ളൂ, അല്ലാതെ മഹാഭാരതത്തെക്കുറിച്ചുള്ളതൊന്നുമല്ല. ആളുകളിത് മഹാഭാരത കഥയാണെന്ന് കരുതി വായിച്ചിട്ടുണ്ട്. സൂക്ഷിച്ച് വായിച്ചാൽ അറിയാം. മാരാർ കണ്ടെത്തുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് മനുഷ്യാവസ്ഥയുടെ ഏറ്റവും സംഘർഷം നിറഞ്ഞൊരു ബിന്ദുവിനെ മാരാർ മഹാഭാരതത്തിൽ നിന്ന് പിടിക്കും. അതാണ് വിശദീകരിക്കുന്നത്. അത് മഹാഭാരതത്തിൻ്റെ ഒരു പുറംചട്ടയ്ക്കുള്ളിൽ വാസ്തവത്തിൽ മാനുഷികതയുടെ തീരാത്ത ധർമ്മസങ്കടങ്ങളെ പ്രകാശിപ്പിച്ച, വാസ്തവത്തിൽ ഞാൻ കരുതുന്നത് രണ്ടാം ഊഴമോ ഇനി ഞാൻ ഉറങ്ങട്ടെയോ പോലെ മലയാളത്തിൽ എഴുതപ്പെട്ട 2 മഹാഭാരത നോവലുകൾ, മലയാളത്തിലെ ഏറ്റവും പ്രകൃഷ്ടമായ 2 നോവലുകളാണല്ലോ. ആ 2 നോവലുകളും ഭാരതപര്യന്തനത്തിന് താഴെ നിൽക്കുമെന്നുള്ളൂ ആണ് എൻ്റെ ഒരു തോന്നൽ. അതുപോട്ടെ, ഞാൻ പറഞ്ഞു വന്നത് മാരാരുടെ കലാ ജീവിതം തന്നേക്ക് കുട്ടികൃഷ്ണ മാരാർ എഴുതിയൊരു അവതാരികയുണ്ട്, അഴീക്കോട് മാഷ് എഴുതിയൊരു അവതാരികയുണ്ട്. ആ അവതാരിക വായിച്ചാൽ മാരാരോടുള്ള മാഷയുടെ ബഹുമാനത്തിൻ്റെ പരമാധിക്യം നമുക്ക് കാണാം. എങ്ങനെയാണ് ഒരു ഹൃദയസ്പന്ദം അവർക്കിടയിൽ ഇത്ര സജീവമായി നിലനിൽക്കുന്നത് എന്ന് നമുക്ക് കാണുകയും ചെയ്യാം. എങ്ങനെ ഒരു താർക്കിക ബുദ്ധി മാരാരിൽ നിന്ന് കിട്ടിയതോ മറ്റോ ആയ ഒരു താർക്കിക ബുദ്ധി മാഷ്ക്കുണ്ടായിരുന്നു. ആ താർക്കിക ബുദ്ധിക്ക് പക്ഷേ അങ്ങനെ ഒരു സ്ഥിരതയൊന്നും ഉണ്ടായിരുന്നില്ല. മാഷ്ടെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, മാഷ്ക്ക് എപ്പോഴും ഒരു എതിരാളി വേണം. ആരോടെങ്കിലും യുദ്ധം ചെയ്താലേ മാഷ്ക്കൊരു സ്വസ്ഥത ഉണ്ടാവുള്ളൂ. ഒരു ശത്രു ഇല്ലെങ്കിൽ പിന്നെ മാഷ്ക്കൊന്നും പറയാനില്ല. അതുകൊണ്ട് ആരെങ്കിലും ഓരോ ആഴ്ചയും ശത്രുവായിട്ട് കണ്ടുപിടിക്കും, അയാൾക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. അത് ചെറുകിട യുദ്ധമൊന്നുമല്ല കേട്ടോ. മാഷ് പറയുന്നുണ്ട്, പ്രസംഗവേദിയിൽ നിന്ന് കുറച്ച് കഴിയുമ്പോൾ ഏതോ ഒരു ആവേശം എൻ്റെ ഉള്ളിൽ നിന്ന് വരും. മാഷ് ക്ലാസ്സിനെക്കുറിച്ചും പ്രസംഗവേദിയെക്കുറിച്ചും പറയുന്ന രസമുള്ളൊരു കാര്യം, ക്ലാസ്സിൽ ഞാൻ വിഷയത്തെ കീഴടക്കുന്നു, പ്രസംഗവേദിയിൽ വിഷയം എന്നെ കീഴടക്കുന്നു. അത് വാസ്തവത്തിൽ വളരെ ശരിയാണ്. ക്ലാസ്സിൽ മാഷ് വളരെ ശാന്തനാണ്. കാരശ്ശേരി മാഷൊക്കെ എഴുതിയിട്ടുണ്ട്, വാതിലിന് പുറത്ത് നിന്ന ഒരാളകത്ത് ക്ലാസ് എടുക്കുന്നുണ്ടെന്ന് അറിയ പോലുമില്ല. അത്ര ശാന്തമായി നിശബ്ദമായി ഇരുന്നാണ് ക്ലാസ് എടുക്കുക, നിന്നല്ല. ഇരുന്ന് കുട്ടികളോട് ഇങ്ങനെ വളരെ സൗമ്യമായിട്ട് സംസാരിക്കുന്ന ഒരു സ്വരമാണ്. വളരെ ഷാർപ്പാണ്, പക്ഷേ വളരെ ശാന്തമായ സ്വരത്തിലാണ് സംസാരിക്കുക. പക്ഷേ പ്രസംഗവേദിയിൽ അങ്ങനെയല്ല. പ്രസംഗവേദിയിൽ തുടങ്ങുന്ന ഒരു 5 മിനിറ്റാണ് മാഷ് പതുക്കെ സംസാരിക്കുക. ആ സമയത്തിനിടയിൽ മൈക്കാരനായിട്ട് വഴക്കുണ്ടാക്കിയിട്ടുണ്ടാവും. കാരണം മൈക്കാരൻ വന്ന് ഈ മൈക്ക് നേരെ പിടിച്ചു വെക്കാൻ നോക്കും. മാഷ് പിന്നെ അയാളെ ചീത്ത പറയും, മൈക്ക് മോശമായതിന് ചീത്ത പറയും. ഞാൻ കേട്ട ഏറ്റവും ഗംഭീരമായ ചീത്ത പറച്ചിൽ നമ്മുടെ ഒരു ആൾദൈവത്തെക്കുറിച്ച് മാഷ് ഒരു പ്രസംഗവേദിയിൽ പറയാം. അതായത് യഥാർത്ഥത്തിൽ ഈ ദയനീയരായ മനുഷ്യരോട് ദീനാനുകമ്പ ഉണ്ടെങ്കിൽ മദർ തെരേസയൊക്കെ ചെയ്തതുപോലെ ഈ വഴിയിൽ അശരണരായി കിടക്കുന്ന കുഞ്ഞുങ്ങളെയും ആലംബമറ്റ മനുഷ്യരെയും ഒക്കെ എടുത്തു വളർത്തുകയാണ് വേണ്ടത്. അടുത്ത വരി അല്ലാതെ മുമ്പിൽ വന്നിരിക്കുന്ന കൊടവയർമാരെ കെട്ടിപ്പിടിക്കുകയല്ല. എമ്മാതിരി വരിക. അപ്പോൾ ആരും കൈയടിക്കുന്നില്ല കേട്ടോ. ഈ വാചകത്തിൻ്റെ ഒരു ആഘാതശേഷി ഉണ്ടാ. അപ്പോൾ മാഷി ചോദിച്ചു, എന്താ കൈയടിക്കാത്തതെന്ന് ചോദിച്ചു ആളുകളോട്. എന്താ കൈയടിക്കാത്ത? ഞാൻ പറഞ്ഞതിൽ ഏറ്റവും കനപ്പെട്ട വരി ഇതാ. ഞാൻ പറഞ്ഞ പൊട്ടത്തരത്തിനൊക്കെ നിങ്ങൾ കൈയടിച്ചു, ഈ കൈയടി, എന്നിട്ട് പിന്നെ അതിനെക്കുറിച്ച് പ്രസംഗം. ഇങ്ങനെ ഒരു സദസ്സിനോട് തൻ്റെ ഒരു വാചകത്തിന് കൈയടിക്കാത്തതിൻ്റെ പേരിൽ സദസ്സിനെ ചീത്ത പറയാൻ പറ്റുന്ന അത്രയും ആധികാരികത പ്രസംഗവേദിയിൽ നേടിയ ഒരാളാണ്. അത് ചെറിയൊരു കാര്യമല്ല. തൻ്റെ ആത്മബലം എന്ന് പറയുന്നത് അത്ര വലുതായിരുന്നു. തന്നെക്കുറിച്ചും താൻ നടത്തുന്ന ഇടപെടലുകളെക്കുറിച്ചുമുള്ള ആത്മബോധം ഒരു പക്ഷേ അക്കാലത്ത് മറ്റാർക്കെങ്കിലും, മുണ്ടശ്ശേരിയുടെ പ്രസംഗം ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെക്കുറിച്ച്. മുണ്ടശ്ശേരി അങ്ങനെയായിരുന്നു എന്നാണ്. മുണ്ടശ്ശേരിക്ക് അപാരമായ ആത്മബലമായിരുന്നു പ്രഭാഷണ വേദിയിൽ. KP അപ്പൻ മുണ്ടശ്ശേരിയെക്കുറിച്ച് എഴുതി തുടങ്ങുന്നത്, പ്രസംഗവേദിയിൽ ഗോധിഗോപുരം പോലെ ഉയർന്നു നിന്ന മുണ്ടശ്ശേരിയെ ഞാൻ ഓർക്കുന്നു എന്നാണ്. മുണ്ടശ്ശേരി പിന്നെ നല്ല അജാനുബാഹുവായിരുന്നു. കറുത്ത ജുബ്ബയൊക്കെ ഇട്ട്, വെളുത്ത ജുബ്ബയൊക്കെ ഇട്ട് തോളത്തൊരു ഷോളും ഒക്കെ ഇട്ടിട്ടാണ്. അപ്പം മുണ്ടശ്ശേരി പ്രസംഗിക്കുമ്പോൾ വായിൽ മുറുക്കാനുണ്ടാവും അത്രേ. എന്നിട്ട് ഇടയ്ക്ക് ഈ മുറുക്കാൻ പോയി തുപ്പിയിട്ട് വായൊക്കെ കഴിയുമെന്ന് പിന്നെ പ്രസംഗിക്കും. അത്രയും നേരം ആളുകൾ മിണ്ടാതിരിക്കും. ഇങ്ങനെയുള്ള ഒരു പ്രഭാഷണത്തിൻ്റെ തലം ഉണ്ടായിരുന്നു. ഏതാണ്ട് ആ ഒരു ഗാംഭീര്യം പ്രസംഗവേദിയിൽ കൊണ്ടുവന്ന ഒരാളായിരുന്നു. എന്നാൽ ഇങ്ങനെ ഏറ്റുമുട്ടിയ ആളുകളോട് അടുത്തൊരു പടവിലെത്തുന്ന സമയത്ത് വിദ്വേഷമേതുമില്ലാതെ ഒത്തുപോകാനായിട്ട് മാഷ്ക്ക് കഴിയുകയും ചെയ്യുമായിരുന്നു. ആ നിലയിൽ നോക്കിക്കഴിഞ്ഞാൽ കുമാരനാശാൻ വലിയ മനുഷ്യരെക്കുറിച്ച് പറയുമ്പോൾ കൊണ്ടുവരുന്നൊരു കൽപ്പന മാഷ്ക്ക് നന്നായി ചേരുമെന്ന് തോന്നുന്നുണ്ട്. ആശാൻ ഒരു കവിതയിൽ എഴുതുന്നുണ്ട്, കോപ്പിടും നൃപതി പോലെയും കളിക്കോപ്പെടുത്ത ചെറുപൈതൽ പോലെയും. ഒരു ഭാഗത്ത് കിരീടം ചൂടിയ രാജാവിനെ പോലെ, മറുഭാഗത്തൊരു കളിപ്പാട്ടം കൊണ്ട് കളിക്കുന്ന കുഞ്ഞിനെ പോലെ. ഈ രണ്ടറ്റങ്ങളിലും പോകാൻ ആർക്കാണോ കഴിയുന്നത് അവരാണ് മഹിമയുള്ളവർ. മഹത്വത്തിൻ്റെ ഒരു അടയാളമായിട്ട് ആശാൻ പറയുന്ന ഒരു വരി, അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരു കുഞ്ഞായിരിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല.
ഇപ്പം മഹാത്മാഗാന്ധിയെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു കുഞ്ഞുണ്ട്. ചാർലി ചാപ്ലിനിലൊക്കെ ഒരു കുഞ്ഞുണ്ട്. ആൽബർട്ട് ഐൻസ്റ്റൈനിലൊരു കുഞ്ഞുണ്ട്. ഐൻസ്റ്റൈൻ പട്ടിക്കൂട് പണിയിച്ചിട്ട് പറഞ്ഞു അത്രേ, കൂട് പൂർത്തിയായപ്പോൾ പണിക്കാരനോട് പറഞ്ഞു ഒരു ചെറിയ വാതിൽ കൂടി വെക്കണം എന്ന് പറഞ്ഞു എന്നാണ്. അതെന്തിനാന്ന് ചോദിച്ചപ്പോൾ, അല്ല തള്ളയ്ക്ക് മാത്രം കയറിയാൽ പോരല്ലോ, കുഞ്ഞിനും കൂടി കയറണ്ടേന്ന് ചോദിച്ചു. E=mc² കണ്ടുപിടിച്ച ആളാണ് കേട്ടോ മൂപ്പർക്ക്. പക്ഷേ ഇത് തിരിഞ്ഞില്ല. ഇങ്ങനെയുള്ള മനുഷ്യരാ ഐൻസ്റ്റൈനും നമ്മുടെ ചാർലി ചാപ്ലിനും തമ്മിൽ കണ്ടൊരു സന്ദർഭമുണ്ട്. അപ്പോൾ ചാർലി ചാപ്ലിനോട് ഐൻസ്റ്റൈൻ പറഞ്ഞു, താങ്കൾ അതുല്യനായ മഹാനായ ഒരു കലാകാരനാണ്. കാരണം താങ്കൾ ഒന്നും സംസാരിക്കുന്നില്ല, നിശബ്ദ സിനിമയാണല്ലോ, താങ്കൾ ഒന്നും സംസാരിക്കുന്നില്ല, എങ്കിലും താങ്കൾ ഉദ്ദേശിക്കുന്നതെല്ലാം മനുഷ്യർക്ക് മനസ്സിലാവുന്നു, അതുല്യമായൊരു സിദ്ധിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ചാർലി ചാപ്ലിൻ പറഞ്ഞു, നിങ്ങൾ അതിനേക്കാൾ മഹാനായൊരു മനുഷ്യനാണ്. കാരണം നിങ്ങൾ പറഞ്ഞതെന്താണെന്ന് ലോകത്ത് ആർക്കും മനസ്സിലായിട്ടില്ല, എന്നിട്ട് ലോകം നിങ്ങളെ അത്യാദരവോടെ കാണുന്നു, അതിനേക്കാൾ മഹത്വമൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞു എന്നാണ്. ഇത് രണ്ട് വലിയ മനുഷ്യർക്കിടയിൽ സാധ്യമാകുന്ന ഒരു വിനിമയമാണ്. ഞാൻ പറഞ്ഞ അതാണ് കളിക്കോപ്പെടുത്ത ചെറുപൈതൽ പോലെ എന്ന് പറയുന്നതിലെ ഒരു തലം ഞാൻ പറഞ്ഞതാണ്. ഈ വലിയ മനുഷ്യരിലൊക്കെ അതുണ്ട്. അത് മാഷിലുണ്ടായിരുന്നു എന്നാണ് ഞാൻ പറയാൻ വന്നത്. അതുകൊണ്ട് ശണ്ട കൂടിയ മനുഷ്യരോടൊക്കെ അദ്ദേഹം പിൽക്കാലത്ത് രഞ്ജിപ്പിലെത്തി. അങ്ങനെ നിശ്ചിതമായി സംസാരിക്കാനും തൻ്റെ മുമ്പിൽ വരുന്ന പ്രശ്നം, അതിപ്പോൾ പ്ലാച്ചിമടയിലെ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ തിലകന് അവസരം കൊടുക്കുന്നില്ല എന്ന തിലകൻ്റെ പരാതിയായിരിക്കാം, അല്ലെങ്കിൽ ജയിലിനടുത്ത് ജയിലിനേക്കാൾ ഉയരത്തിലൊരു കെട്ടിടം ഉയർത്തുന്നു എന്നതിനെക്കുറിച്ചുള്ള ഉത്കണ്ഠയായിരിക്കാം. ഇങ്ങനെ താൻ ഇടപെടേണ്ടതാണ് എന്ന് കരുതുന്ന എല്ലാറ്റിലും മാഷ് ഇടപെടുമായിരുന്നു. അതിൻ്റെ വലിപ്പ ചെറുപ്പങ്ങൾ മാഷെ ബാധിച്ചിരുന്നില്ല. ഒരു നിലയ്ക്ക് ഇതെല്ലാമാണ് തൻ്റെ ദൗത്യം എന്ന് അദ്ദേഹം കരുതുകയും, അതാ ഞാൻ പറഞ്ഞത്, ഒരു ചികിത്സകനായിട്ട് സ്വയം സങ്കല്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുക, അടുത്ത പ്രശ്നം തേടിപ്പോവുക എന്നത്. ഞാൻ ഇടയ്ക്ക് റൊമാൻ റോളൻഡിൻ്റെ ജീൻ ക്രിസ്റ്റഫ് എന്ന നോവലിൽ ഒരു സംഗീതജ്ഞനുണ്ട്, ബിഥോവനെ മാതൃകയാക്കിക്കൊണ്ട് ചെയ്തതാണ് ആ നോവൽ. വലിയ മഹത്തായ നോവലാണ്. അത് മലയാളത്തിൽ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഞാനിത് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്തരം വലിയ നോവലും കൂടി നമ്മുടെ ഈ പുതിയ നോവലുകളുടെ ഇടയിൽ വായിക്കണം നല്ലതാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ കാണുന്ന കൗതുക വാർത്തകൾ എഴുതി വയ്ക്കുന്നതാണ് നോവൽ എന്നുള്ളൊരു മട്ടിലേക്ക് നമ്മുടെ നോവൽ മാറിയത് കൊണ്ട് പറയുകയാണ്. നോവൽ എന്ന് പറയുന്നതിനൊരു വലിപ്പമുണ്ട്. ഭൂതാവിഷ്ടരെ പോലെ, കാരമസോവിനെ പോലെ, നിന്ദിതരും പീഡിതരും പോലെ, ജീൻ ക്രിസ്റ്റഫ് പോലെയൊക്കെ ഉള്ള നോവലുകൾ വായിച്ചില്ലെങ്കിൽ വാസ്തവത്തിൽ നോവൽ വായിച്ചു എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല കേട്ടോ. ഞാൻ കുട്ടികളോട് ക്ലാസ്സിൽ എപ്പോഴും പറയും, നിങ്ങൾ നല്ലൊരു വായനക്കാരനോ വായനക്കാരിയോ ആയി എന്നതിനൊരു പരീക്ഷണമുണ്ട്. ആ പരീക്ഷണം എന്താണെന്ന് വെച്ചാൽ, സി വി രാമപിള്ളയുടെ ഈ ധർമ്മരാജ ബഹദൂർ ആസ്വദിച്ച് വായിക്കാനുള്ള കെൽപ്പ് നേടിയോ ഇല്ലയോ എന്നാണ്. സി വിയെ വായിച്ചാലാണ് മലയാളത്തിലെ നല്ല വായനക്കാരനാവുക. നിങ്ങൾക്കൊരു ദിവസം കാലത്തെ സി വി വായിക്കാൻ പറ്റില്ല, ഒരു ദിവസം കാലത്ത് എന്ന് ഡെസ്റ്റോവ്സ്കിയും വായിക്കാൻ പറ്റില്ല. വായനയുടെ വലിയൊരു അനുശീലനത്തിൻ്റെ ബലത്തിൽ മാത്രമേ നിങ്ങൾക്ക് ആ കൃതിയിലേക്ക് കടക്കാൻ പറ്റൂ. അല്ലാതെ ഒറ്റ വായനയ്ക്ക് വഴങ്ങി കിട്ടുന്ന, പ്രത്യക്ഷത്തിൽ ഒരു പ്രതിസന്ധിയും നമ്മുടെ മുമ്പിൽ ഉണ്ടാക്കാത്ത ഒരു വായനയും വാസ്തവത്തിൽ വായനയെ സംബന്ധിച്ച് കാര്യമായൊന്നും അവശേഷിപ്പിക്കില്ല എന്നതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, മാഷുടെ പ്രകൃതത്തിൽ ഇങ്ങനെ ഒരു വിക്ഷുബ്ധതയുടെ ലോകം ഒരു ഭാഗത്ത്, അതിസാമാന്യമായ ഒരു നിഷ്കളങ്കതയുടെ ലോകം മറുഭാഗത്ത്, ഈ രണ്ടറ്റങ്ങൾക്കിടയിൽ അദ്ദേഹം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയും നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ മറ്റെല്ലാറ്റിലും ഉപരിയായി ചികിത്സിക്കാനായി സ്വയം നിയോഗിക്കപ്പെട്ട ഒരാളാണ് എന്ന ഒരു ബോധ്യം അദ്ദേഹം കൊണ്ടു നടക്കുകയും ചെയ്യുന്നുണ്ട്. തത്വമസിയുടെ ആമുഖത്തിൽ മാഷ് പറയുന്നുണ്ട്, 3 പ്രേരണകളാണ് എൻ്റെ ജീവിതത്തെ നയിച്ചത്. അതിലൊന്ന് ഗാന്ധിയാണ്, മറ്റൊന്ന് ഉപനിഷത്താണ്, മൂന്നാമത്തതൊന്ന് വാഗ്ഭടാനന്ദനാണ് എന്ന് പറയും. ഇത് 3ആണ് എൻ്റെ പ്രമാണങ്ങൾ. ആ വാഗ്ഭടൻ എന്ന വാക്ക് വളരെ പ്രധാനമാണ്. അത് വാഗ്ഭടാനന്ദന് ചേരുന്നേക്കാൾ കൂടുതൽ അഴീക്കോട് മാഷക്ക് ചേരും. വാഗ്ഭടനായിരുന്നു എന്നും പ്രസംഗവേദിയിൽ അങ്ങനെ ഒരു ഭടനായിട്ടാണല്ലോ, അല്ലാതെ ഒരു ഇപ്പോൾ വിജയമാഷ പോലെയോ സാനുമാഷ പോലെയോ ഒക്കെ അദ്ദേഹത്തിൻ്റെ സമകാലികരായിരുന്ന പ്രഭാഷകരെ പോലെ ഒരാശയത്തെ അതിൻ്റെ സൂക്ഷ്മാംശങ്ങളിലേക്ക് സ്വച്ഛന്ത സുന്ദരമായി വിടർത്തിക്കൊണ്ടുവരിക എന്നതൊന്നും മാഷിൻ്റെ അത്ര വലിയ കൺസേൺ ആയിരുന്നില്ല. അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ, ചില തുല്യ പ്രഭാഷണങ്ങളിൽ അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷേ പൊതുവിൽ മാഷിൻ്റെ പ്രഭാഷണം എന്തിനോടെങ്കിലുമുള്ള യുദ്ധമായിരിക്കും. ഓരോ പ്രഭാഷണത്തിലും ഒരു ഭടനുണ്ടായിരുന്നു. ആ ഭടത്വമാണ് ആ വാസ്തവത്തിൽ അഴീക്കോട് മാഷെ ആ കാലത്ത് നിലനിർത്തിയത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതൊന്നും കാണൂല. കാരണം അത് അതിൻ്റെ ദൗത്യം നിറവേറ്റി കാലത്തിൽ മാഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ മാഞ്ഞുപോയി എന്നുള്ളത് കൊണ്ട് വാസ്തവത്തിൽ അതിൻ്റെ ദൗത്യം ചെറുതായിരുന്നു എന്ന് കരുതാൻ പാടില്ല.
കാരണം അങ്ങനെ മാഞ്ഞു പോയ ആ പ്രസംഗങ്ങളും ആ പ്രവൃത്തികളും ആ കാലത്തെ വഴിതിരിച്ചു വിടുന്നുണ്ടായിരുന്നു. അതാണ് ഞാൻ വിജയമാഷെ ഉദ്ധരിച്ചത്. ചരിത്രത്തിൻ്റെ ഇന്ധനമായി തീരുന്ന വാക്ക് ചരിത്രത്തോടൊപ്പം റദ്ദായി പോകും, പക്ഷേ ആ ചരിത്രത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ അതിന് വലിയ റോളുണ്ടാവും. അങ്ങനെ ഒരു പ്രഭാഷക ജീവിതമായിരുന്നു മാഷയുടേത്. മാഷെക്കുറിച്ച് എത്രയെങ്കിലും പറയാൻ, ഞാൻ അദ്ദേഹത്തിൻ്റെ എഴുത്ത് ജീവിതത്തെക്കുറിച്ച് കൂടി ചില കാര്യങ്ങൾ പറഞ്ഞത് അവസാനിപ്പിക്കാം. അദ്ദേഹത്തിൻ്റെ രചനാജീവിതം നോക്കിയാൽ 45-ലധികം കൃതികൾ എഴുതിയിട്ടുണ്ട്. വിവർത്തനങ്ങളുണ്ട്, യാത്രാവിവരണമുണ്ട്, 2 വാള്യങ്ങളായിട്ട് ആത്മകഥയുണ്ട്, സാഹിത്യ വിമർശനമുണ്ട്, സാമൂഹ്യ വിമർശനമുണ്ട്, തത്വചിന്തയുണ്ട്, പലതുമുണ്ട്. അങ്ങനെ അതിവിപുലമാണ്. ഒരു നിലയ്ക്ക് പറഞ്ഞാൽ എംഗൽസി നവോത്ഥാന പ്രതിഭകളെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൃതിയിൽ ഒരിടത്ത് പറയുന്നുണ്ട്, ആരാണൊരു നവോത്ഥാന പ്രതിഭ എന്നതിൻ്റെ ഒരു ഉത്തരം പോലെ പറയുന്നത് 4-5 ഭാഷകൾ അറിയാത്തവരായിട്ട് അവരിൽ ആരും ഉണ്ടായിരുന്നില്ല. മനുഷ്യജീവിത സംബന്ധിയായ എല്ലാറ്റിനോടും താല്പര്യം പുലർത്താത്തവരായിട്ട് അവരിൽ ആരും ഉണ്ടായിരുന്നില്ല. സ്വന്തം തടിക്ക് തട്ടുമെന്നതിൻ്റെ പേരിൽ നിർണായക സന്ദർഭങ്ങളിൽ നിശബ്ദരായിരുന്നവരായിട്ടും അവരിൽ ആരും ഉണ്ടായിരുന്നില്ല. ഇത് 3 വാസ്തവത്തിൽ മാഷ്ക്ക് ചേരും. സ്വന്തം തടിക്ക് തട്ടുമെന്നതിൻ്റെ പേരിൽ നിശബ്ദരായിരിക്കാനോ പല കാര്യങ്ങളിൽ തൽപരനായിരിക്കാനോ ഒക്കെ മാഷ് എല്ലായ്പ്പോഴും, വേറൊരു നിലയിൽ പറഞ്ഞാൽ ബഹുകാര്യവ്യഗ്രവും ബഹുഭാവവ്യഗ്രവുമായൊരു ജീവിതമായിരുന്നു മാഷ്. അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ഒരാൾ എല്ലാ വിഷയത്തിലും വ്യാപരിക്കുമ്പോൾ ആ വിഷയവ്യാപനത്തിൻ്റെ ആ ബുദ്ധിവിസ്താരത്തിൻ്റെ ആഴം ചിലപ്പോൾ ദുർബലപ്പെട്ടു പോയേക്കും. പക്ഷേ അതിന് ആ കാലത്തിൻ്റെ ഒരു പ്രസക്തിയുണ്ട്. മാഷ്ടെ രചനാജീവിതം ആകെ നോക്കിയാൽ ഏതാണ്ട് 45-ലധികം കൃതികളുണ്ട്. അതിൽ 3 മേഖലകളെ സവിശേഷമായിട്ട് എടുത്ത് ഒന്ന് സൂചിപ്പിക്കാൻ കൂടിയേ ഞാൻ മുതിരുന്നുള്ളൂ. ഒന്ന് സാഹിത്യ വിമർശനമാണ്. സാഹിത്യ വിമർശനത്തിൽ മാഷ്ടെ ഇപ്പോൾ ആശാൻ്റെ സീതാകാവ്യം മാഷ് എഴുതുന്നത് അദ്ദേഹത്തിൻ്റെ ഏതാണ്ടൊരു 954 അത് വരുന്നത്. 28 വയസ്സുള്ളപ്പോഴാണ് ആ കൃതി അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഫ്രോയിഡിൻ്റെ മനോവിജ്ഞാനമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ കൃതി അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ആ മാഷിന് ഏറ്റവും സ്വയം മതിപ്പുണ്ടായിരുന്ന ഒരു രചനയും ആശാൻ്റെ സീതാകാവ്യമാണ്. പക്ഷെ ഞാൻ ഇന്ന് എൻ്റെ വ്യക്തിപരമായ ആലോചനയിൽ ഫ്രോയിഡിയൻ മനോവിജ്ഞാനത്തെ വേണ്ട പോലെ സ്വാംശീകരിച്ച ഒരു ടെക്സ്റ്റായിട്ട് അതെനിക്ക് തോന്നിയിട്ടില്ല. അതിപ്പോൾ ഓരോരുത്തരുടെയും വിശദീകരണത്തിന്. കാരണം ഈ ആശാൻ്റെ സീതാകാവ്യത്തിൻ്റെ മൗലികമായൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അത് രാമായണ പാരമ്പര്യത്തിനുള്ളിൽ നിന്നുകൊണ്ട് രാമായണ പാരമ്പര്യത്തോട് നടത്തുന്നൊരു യുദ്ധമാണ്. അല്ലാതെ വാൽമീകിയുടെ സീതയുടെ ഏതോ ഛായയിലാണ് ആശാൻ്റെ സീത എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് സീതാകാവ്യത്തിൻ്റെ ഹൃദയം നഷ്ടപ്പെട്ടു പോകുമെന്നാണ് ഞാൻ കരുതുന്നത്. എന്ന് വെച്ച് സീതാകാവ്യത്തിൻ്റെ ഹൃദയം സീതാകാവ്യത്തിൻ്റെ തുടക്കത്തിലെ ശ്രീരാമോപാലംഭം മാത്രമല്ല, അങ്ങനെയല്ല, ആ ക്രിറ്റിസിസം മാത്രമല്ല. അതിനപ്പുറം ഏതാണ്ട് ബൗദ്ധമായൊരു ഛായയിലേക്ക് നീങ്ങിയിട്ട് രാമനോട് പോലും അനുതാപപൂർവം സംസാരിക്കുന്ന ഒരു സീതയിലാണ് ആ കാവ്യം അവസാനിക്കുന്നത്. രുചയാൽ പരിപക്വ സത്വനായി നിജഭാരങ്ങൾ ഒഴിഞ്ഞ് ധന്യനായി അജപൗത്ര ഭവാനുമെത്തുമേ ഭജമാനൈക വിഭാവ്യമി പദം എന്നൊരു വരി അതിൻ്റെ അവസാന ഭാഗത്തുണ്ട്. രുചയാൽ പരിപക്വ സത്വനായി, ദുഃഖം കൊണ്ട് പരിപാകം വന്ന് നിജഭാരങ്ങൾ ഒഴിഞ്ഞ് ധന്യനായി. നിൻ്റെ ഈ കിരീടവും നിൻ്റെ ഈ ആലഭാരങ്ങളും കൊട്ടാരവും അധികാരവും ഒക്കെ വേണ്ടെന്ന് വെച്ച് ധന്യതയോടെ അജപൗത്ര ഭവാനുമെത്തുമേ ഭജമാനൈക വിഭാവ്യമിപ്പദം, നീയും ഒരിക്കൽ ഞാൻ എത്തിച്ചേർന്ന ഈ പദവിയിലേക്ക് എത്തിച്ചേരും എന്ന് പറയുന്നൊരു സീതയുണ്ട്. അത് തുടക്കത്തിൽ കാണുന്ന വിമർശിക്കുന്ന സീതയൊന്നുമല്ല. അതിനൊക്കെ അപ്പുറം ബൗദ്ധമായ ഒരു അനുകമ്പയുടെ, കരുണയുടെ ഒക്കെ ഒരു പ്രവാഹം നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് കഴിയും. പക്ഷേ പൊതുവിൽ നമ്മുടെ സീതാവിമർശനം ആശാൻ്റെ സീതാകാവ്യത്തെ ഒന്നുകിൽ ആ വിമർശനത്തിലൂന്നിക്കൊണ്ട്, അല്ലെങ്കിൽ പിൽക്കാലത്ത് വാൽമീകിയുടെ സീതയുടെ ഛായയാണ് സീത, ആശാൻ്റെ സീതയും എന്ന് സ്ഥാപിച്ച് 2 ദ്വന്ദ്വങ്ങളായിട്ട് പിരിയാണ് ചെയ്തത്. അതിൽ 2ാമത്തെ വഴിയാണ് ഏറെക്കുറെ അഴീക്കോട് മാഷും അതിൽ പിൻപറ്റിയിട്ടുള്ളത്. എങ്കിലും ഫ്രോയിഡിയൻ മനോവിജ്ഞാനത്തെ മലയാളത്തിൽ പ്രയോഗിച്ചു നോക്കാനുള്ള ആദ്യത്തെ പ്രധാനപ്പെട്ട പരിശ്രമമായിട്ട് നമുക്കതിനെ കാണാൻ പറ്റും. കാവ്യപീഠിയെക്കുറിച്ച് വിജയമാഷ് പറയുന്നുണ്ട്. മുണ്ടശ്ശേരിയുടെ കാവ്യപീഠിക ഉണ്ടല്ലോ, പാശ്ചാത്യ പൗരസ്ത്യ സിദ്ധാന്ത സമന്വയമാണ്. അതിനെക്കുറിച്ച് വിജയമാഷ് പറയുന്ന ഒരു നസ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാശ്ചാത്യ പൗരസ്ത്യ സിദ്ധാന്തങ്ങളെ കൂട്ടിയിണക്കാനുള്ള മലയാളത്തിലെ പ്രധാനപ്പെട്ട ശ്രമങ്ങളിൽ ഒന്നായിരുന്നു മുണ്ടശ്ശേരിയുടെ കാവ്യപീഠിക.
അതൊരു പരാജയമായിരുന്നെങ്കിലും മലയാളത്തിലെ പ്രധാനപ്പെട്ട പരാജയങ്ങളിലൊന്നാണത് എന്നാണ്. വിജയമാഷിൻ്റെ ധ്വനി അങ്ങനെയാണ്, ഒന്നും നേരിട്ടങ്ങനെ അറ്റാക്ക് ചെയ്യൊന്നുമില്ല. നോവൽ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് ഒരിക്കൽ എഴുതുക MP പോളിൻ്റെ പറയുന്നത്, നോവൽ പ്രസ്ഥാനം എഴുതിയതുകൊണ്ട് മലയാളത്തിലെ നോവലിന് ഗുണമൊന്നും ഉണ്ടായില്ലെങ്കിലും MA ക്ലാസ്സിൽ പഠിപ്പിക്കാനൊരു ടെക്സ്റ്റ് ബുക്കായി എന്നുള്ളതാണ്. ഇങ്ങനെ ധാരാളം അടികളുണ്ട്. ചിതയിലെ വെളിച്ചം വായിച്ചു നോക്കിയാൽ കാണാം. പിന്നെ മാഷ് അങ്ങനെ മനോവച്ച് സംസാരിക്കുന്നത് നമ്മൾ കാണുന്നില്ല. ഏറ്റവും ഷാർപ്പായിട്ട് മുട്ടിയത് മാരാരോടാണ് കേട്ടോ. മാരാരുടെ അഭിരുചിയും മാഷുടെ അഭിരുചിയും തമ്മിൽ ധാരാളം അകലുണ്ട്. അതുകൊണ്ട് മാഷ് ഒരിക്കൽ ഈ NV കൃഷ്ണവാര്യരുടെ കൊച്ചുതൊമ്മൻ അത് പുതിയ കാലത്തിൻ്റെ പ്രണയകാവ്യമാണ് എന്ന് വിജയമാഷ് ഒരിക്കൽ പ്രസംഗിക്കുന്നുണ്ട്, എഴുതുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മദിരാശി കേരള സമാജത്തിൻ്റെ യോഗത്തിൽ മാഷ് പ്രസംഗിക്കുന്നുണ്ട്. അന്ന് ആ യോഗത്തിൽ, അന്ന് മാഷ് അവിടെ 22 വയസ്സേ ഉള്ളൂ, അവിടെ പഠിക്കുന്ന കാലം. അത് കഴിഞ്ഞിട്ട് അവിടെ പച്ചയ്യപ്പസ് കോളേജിലോ മറ്റോ പഠിപ്പിക്കുന്ന കാലമാണ്. അന്ന് മാരാർ പ്രസംഗിക്കാൻ ചെന്നു. അപ്പോൾ ആ വേദിയിലും മാഷ് ഇത് പറഞ്ഞു. സ്വാഭാവികമായിട്ടും മാരാർക്ക് ഇഷ്ടമായില്ല. അപ്പം മാരാർ പിന്നീട് ഒരു ലേഖനത്തിൽ എഴുതി, കൊച്ചുതൊമ്മൻ ഒരു പ്രണയ കവിതയാണെന്ന് മലയാളത്തിലെ ഒരു യുവനിരൂപകൻ പറയുന്നത് ഞാൻ എൻ്റെ ചെവിട് കൊണ്ട് കേട്ടതാണ്. പിന്നീട് മാഷ അതേക്കുറിച്ച് എഴുതുന്ന സമയത്ത് ഞാൻ എൻ്റെ ചെവിട് കൊണ്ട് കേട്ടതാണ് എന്ന മാരാരുടെ വാക്യം ഉദ്ധരിച്ചിട്ട് അടുത്ത വരി, ചെവിട് കൊണ്ട് കേട്ടതാണ്, പക്ഷെ കേൾക്കാൻ ചെവിട് മാത്രം പോരാ. ഇതാണ് മാഷുടെ വിമർശന രീതിയുടെ ഒരു സ്വഭാവം. അങ്ങനെയുള്ള ഞാനിത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രോയിഡിയൻ മനോവിജ്ഞാനത്തിൻ്റെയൊക്കെ പ്രയോഗത്തെ സംബന്ധിച്ച് നമുക്കിന്ന് ധാരാളം വിയോജിപ്പുകൾ തോന്നാം. ബാക്കി 2 പുസ്തകങ്ങളും, ഇപ്പോൾ രമണനും മലയാള കവിതയും കാൽപ്പനികതയെ ഒരു ക്ഷീണഭാവനയാണ് എന്ന് കാണുന്ന, വാസ്തവത്തിൽ കാൽപ്പനികതയിൽ നിലീനമായിരിക്കുന്ന വലിയ ചരിത്രമൂല്യത്തെ പരിശോധിക്കാതെ പോയ കൃതിയായിട്ടാണ് എനിക്ക് വ്യക്തിപരമായി തോന്നിയിട്ടുള്ളത്. കാൽപ്പനിക ഒരു ക്ഷീണാവസ്ഥയൊന്നുമല്ല. കാൽപ്പനികത, ഇപ്പം ചങ്ങമ്പുഴ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ക്ഷീണിത ഭാവനയുടെ ആവിഷ്കർത്താവുമല്ല, മറിച്ച് നമ്മുടെ ഭാവന സഞ്ചരിച്ച മുഴുവൻ ലോകങ്ങളും ചങ്ങമ്പുഴയിലുണ്ട്. അത് മുഴുവൻ ഇപ്പോൾ പറയാൻ നേരമില്ല. മൂന്നാമത്തെ ഒരു കൃതി എന്ന് പറയുന്നത് ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെടുന്നു എന്ന് പറയുന്ന ഒരു വളരെ പോളമിക്കലായ കൃതിയാണ് ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെടുന്നു. മാഷുടെ എഴുത്തുകളിൽ നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ മാഷുടെ മൗലികമായ ഇടപെടലിൻ്റെ ഒരു സാന്നിധ്യം ഞാൻ കാണുന്ന 3 കൃതികളുണ്ട്. ഒന്ന് തത്വമസിയാണ്. 2 മഹാത്മാവിൻ്റെ മാർഗം എന്ന പേരിൽ 1953 അല്ല 59 മറ്റോ ആണ് ആ പുസ്തകം എഴുതുന്നത്. ഗാന്ധിയെക്കുറിച്ച് എഴുതിയ പുസ്തകമാണ്. മാഷ് ഡൽഹിയിൽ ജോലിക്ക് പോയ ആളാണ് കേട്ടോ. ഇവിടെ നിന്ന് സെൻ്റ് അലോഷ്യസ് കോളേജിലെ പഠനമൊക്കെ കഴിഞ്ഞ് ഡൽഹിയിൽ അച്ഛൻ്റെ ഒരു കത്തുമായിട്ട്, BP മേനോനൊരു കത്തുമായിട്ട് പോയിട്ട് അവിടെ ജോലി കിട്ടും ഏതാണ്ട് ഉറപ്പായ സമയത്ത് മാഷ് നാട്ടിലേക്ക് തിരിച്ചു വരികയും ഇറങ്ങി വരുന്ന വഴിക്ക് വാർത്തയിലിറങ്ങി ഗാന്ധിയെ കാണുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഗാന്ധിയെ കാണുന്നത്. പിന്നീട് ഇൻ്റർവ്യൂവിൽ മാർപ്പാപ്പ ഇന്ത്യയിൽ വന്നപ്പോൾ മാർപ്പാപ്പയായിട്ട് കൂടിക്കാഴ്ചയ്ക്ക് അവസരം കിട്ടിയ പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു അഴീക്കോട് മാഷ്. അഴീക്കോട് മാഷോട് ഒരു ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട്, അങ്ങ് കണ്ടതിൽ ഏറ്റവും മഹാനായ ഒരാൾ, ആത്മീയ നേതാവ് മാർപ്പാപ്പയാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ മാഷ് പറഞ്ഞ മറുപടി, അതാണെന്ന് എനിക്ക് പറയാൻ പറ്റാത്തത് ഗാന്ധിയെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നതുകൊണ്ടാണ് എന്നൊരു മറുപടിയുണ്ട്. മനോഹരമായ വാക്യമാണ്. മാർപ്പാപ്പയല്ല എന്ന് പറയുന്നില്ല, അതാണെന്ന് എനിക്ക് പറയാൻ പറ്റാത്തത് ഗാന്ധിയെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ മഹാത്മാവിൻ്റെ മാർഗം മലയാളത്തിൽ എഴുതപ്പെട്ട ഗാന്ധി പഠനങ്ങളിൽ ഏറ്റവും പ്രസക്തിയുള്ള ഒന്നാണ്. പിന്നെ ആരും ശ്രദ്ധിക്കാത്തൊരു പുസ്തകമുണ്ട്, 1993 ഗുരുവിൻ്റെ ദുഃഖം. ഒരുപക്ഷേ മലയാളത്തിൽ നാരായണ ഗുരുവിനെ ആകമാനം കണ്ടതിൽ ഏറ്റവും മൗലികതയുള്ള കൃതിയാണ്. ഞാൻ കരുതുക 54 PK ബാലകൃഷ്ണൻ്റെ നാരായണ ഗുരു എന്നുള്ള സമുച്ചയം വരുന്നത്. ആ പുസ്തകം പല കോണുകളിലൂടെ ഗുരുവിനെ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ ഗുരുവിനെ ആകമാനം കാണുന്ന ഒറ്റ പുസ്തകം എന്ന നിലയിൽ നമുക്ക് കിട്ടുന്നത് 93 ഈ ഗുരുവിൻ്റെ ദുഃഖം. ആ കൃതി അവസാനിക്കുന്നത് ഹൃദയഭേദകമായ ഒരു വാക്യത്തിലാണ്. മാഷ് പറയുന്നുണ്ട്, ഇന്ന് ഗുരുവിൻ്റെ പേരിൽ നാടെമ്പാടും മന്ദിരങ്ങളുണ്ട്, വിദ്യാലയങ്ങളുണ്ട്, കലാശാലകളുണ്ട്, തലസ്ഥാനത്ത് സഭാഗൃഹങ്ങളുണ്ട്, അവധികളുണ്ട്, ആഘോഷങ്ങളുണ്ട്, പക്ഷേ ഹൃദയത്തിലോ? അവസാനത്തെ വാക്യതാണ്, ആ ചോദ്യം ഉദിക്കുന്നില്ല. ആ ചോദ്യം ഉദിക്കുന്നില്ല എന്നുള്ളത് ഒരുപക്ഷെ ഇന്ന് ഗുരുവിനെക്കുറിച്ച് പറയാവുന്ന ഏറ്റവും വലിയ വാക്യമാണ്. ഇതന്ന് മുതലേ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം ഏറ്റവും കൂടുതൽ ഏറ്റുമുട്ടിയത് വെള്ളാപ്പള്ളി നടേശനോടാണ് എന്ന കാര്യവും കൂടി ഇപ്പോൾ ഓർക്കണം. നടേശൻ അതിനുശേഷം നടത്താനിരിക്കുന്ന പ്രസ്താവനകളെയൊക്കെ മുൻകൂട്ടി കണ്ട ആളാണ് ഈ അഴീക്കോട് മാഷ്. അതുകൊണ്ടാണ് പറഞ്ഞത്, വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ ആശയങ്ങളെ അദ്ദേഹം നിശിതമായിട്ട് വിമർശിക്കുന്നുണ്ട്. അതിൽ തന്നെ പ്രധാനപ്പെട്ട, മുഴുവൻ പറയാൻ നേരമില്ല, അതിൽ തന്നെ പ്രധാനപ്പെട്ട കൃതിയാണ് തത്വമസി.
തത്വമസി വാസ്തവത്തിൽ ഉപനിഷത്തുകളെക്കുറിച്ചുള്ള പഠനമാണ്. 3 ഭാഗമായിട്ടാണ് ഉപനിഷത്ത്, ഉപനിഷത്തുകൾ, ഉപസംഹാരം എന്നിങ്ങനെ 3 ഭാഗങ്ങളായിട്ടാണ്. അതിൽ ആദ്യ ഭാഗത്ത് ഉപനിഷത്ത് എന്താണെന്ന് പറയുന്നു, അതിൻ്റെ ആശയങ്ങൾ സാമാന്യേന വിശദീകരിക്കുന്നു. രണ്ടാമത്തെ ഭാഗത്ത് ഉപനിഷത്തുകൾ എന്ന് പറഞ്ഞ് ദശോപനിഷത്തുകൾ, ഈശാവാസ്യം മുതൽ ബൃഹദാരണ്യകം വരെയുള്ള 10 ഉപനിഷത്തുകളെ വിസ്തരിച്ച് പ്രതിപാദിക്കുന്നു. ആ സമയത്ത് മാസ്റ്റർ ഉൾക്കാഴ്ചകളൊക്കെ ഗംഭീരമാണ് കേട്ടോ. പാശ്ചാത്യ പണ്ഡിതന്മാർ ഉപനിഷത്തുകളെക്കുറിച്ച് പറയുന്നതിലെ പിഴവുകൾ വരെ, ഇപ്പോൾ ടി.എസ്. എലിയറ്റ് അദ്ദേഹത്തിൻ്റെ കവിതയിൽ വേസ്റ്റ് ലാൻഡിലെ ബൃഹദാരണ്യകത്തിലെ വരികൾ ഉദ്ധരിക്കണ്ടല്ലോ, ദത്ത ദയധ്വം ദാമ്യത എന്നാണ്. ആ വാചകക്രമം ശരിയല്ല എന്ന് മാഷ് അവിടെ വിശദീകരിക്കുന്നുണ്ട്. അത് ദയധ്വം ദത്ത ദാമ്യത എന്നാണ്. ദത്ത ദയദ്ധ ദാമ്യതം, ദാമ്യത എന്നുള്ള ആ ക്രമം എലിയറ്റ് പറയുന്നതിൽ ചില അടിസ്ഥാന പെശകുകളുണ്ടെന്ന് വരെ മാഷ് വിശദീകരിക്കുന്നുണ്ട്. ഈ പുസ്തകത്തിൻ്റെ മൗലിക പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പുസ്തകത്തിന് നിരൂപണം എഴുതുന്ന സമയത്ത് അക്കിത്തം അതിനെ ഖണ്ഡിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അഴീക്കോട് മാസ്റ്റർ പറഞ്ഞത് ഉപനിഷത്താണ് ഇന്ത്യൻ ചിന്തയുടെ കാതൽ, ബ്രാഹ്മണങ്ങൾ അതിലെ വഴിതെറ്റലാണ്. ബ്രാഹ്മണങ്ങൾ, യജ്ഞയാഗ പാരമ്പര്യങ്ങളെ വിശദീകരിക്കുന്ന ബ്രാഹ്മണങ്ങൾ വാസ്തവത്തിൽ ഇന്ത്യൻ ചിന്താ പാരമ്പര്യത്തിലെ വഴിതെറ്റലാണ്. ഉപനിഷത്തിലെ ആത്മാന്വേഷണമാണ് വാസ്തവത്തിൽ ഭാരതീയത സൃഷ്ടിച്ച ഏറ്റവും വലിയ ആശയപ്രപഞ്ചം. ഞാനിത് അക്കാലത്ത് വായിച്ച സമയത്ത് എനിക്ക് അതിലൊരു സന്നിഗ്ധതയൊക്കെ തോന്നിയിരുന്നു. പക്ഷെ അതിനുശേഷം കുറേ കാലം കഴിഞ്ഞിട്ട് ഞാൻ അംബേദ്കറുടെ റിഡിൽസ് ഓഫ് ഹിന്ദുയിസം എന്നുള്ള പുസ്തകം വായിക്കുകയുണ്ടായി. റിഡിൽസിൽ ഏതാണ്ട് സമാനമായൊരാശയം അംബേദ്കർ പറയുന്നുണ്ട്. ഞാൻ അത്ഭുതത്തോടെ വായിച്ചൊരു ഭാഗമാണ്. റിഡിൽസിൽ അംബേദ്കർ പറയുന്നത് പ്രാചീന ഉപനിഷത്തുകളിൽ കാണുന്ന ഏകതാ ദർശനം, അദ്ദേഹത്തിനെ ബ്രഹ്മയിസം എന്നാണ് വിളിക്കുന്നത്. എല്ലാറ്റിലും ബ്രഹ്മമുണ്ട്, സർവം ഖലിദ്വം ബ്രഹ്മ എന്ന് പറയുന്ന ആ ശ്ലോകത്തിൽ, അല്ലെങ്കിൽ തത്വമസി, അഹം ബ്രഹ്മാസ്മി, അയമാത്മാ ബ്രഹ്മ, പ്രജ്ഞാനം ബ്രഹ്മ എന്നൊക്കെ പറയുന്ന മഹാവാക്യങ്ങളുണ്ടല്ലോ. ആ മഹാവാക്യങ്ങളിൽ തെളിയുന്ന ഏകതാ ദർശനം, അദ്ദേഹം അതിനെ ഫിലോസഫി ഓഫ് വൺനെസ് എന്നാണ് പറയുന്നത്. ആ ഏകതാ ദർശനം ആധുനികമായ ജനാധിപത്യത്തിന് അടിത്തറയാകാൻ പോകുന്ന വളരെ ആഴമേറിയൊരാശയാണ്. പക്ഷേ ഈ ബ്രഹ്മദർശനത്തെ അല്ലെങ്കിൽ ബ്രഹ്മസിദ്ധാന്തത്തെ പിൽക്കാല ബ്രാഹ്മണ്യം വിഴുങ്ങിക്കളയുകയാണ് ചെയ്തത് എന്ന് അംബേദ്കർ പറയുന്നുണ്ട്. അത് ഞാൻ വായിച്ചപ്പോൾ അംബേദ്കറെ പോലെ ഒരാൾ ഉപനിഷത്തിൽ നിന്ന് ഇങ്ങനൊരാശയം നിർദ്ധാരണം ചെയ്തെടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുക പൊതുവേ വയ്യ. അദ്ദേഹത്തിനോട് വളരെ ക്രിട്ടിക്കലായ ആളാണല്ലോ. പക്ഷേ ആദ്യകാല ഉപനിഷത്തുകളിലെ ഈ ആശയത്തെ അദ്ദേഹം സവിശേഷമായ രീതിയിൽ പ്രതിപാദിക്കുകയും ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരടിസ്ഥാനം ജനാധിപത്യം എന്ന ആശയത്തിന് നൽകുക സാധ്യമല്ല എന്ന് പ്രാചീന ഉപനിഷത്തുകളെ മുൻനിർത്തി നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതാണ്ട് ഈ തത്വമസിയിൽ ഈ ഒരാശയമുണ്ട്. തത്വമസിയിൽ അദ്ദേഹം ചെയ്യുന്നത് ഈ യജ്ഞയാഗ പാരമ്പര്യങ്ങളിലേക്കും മറ്റും വഴിതിരിഞ്ഞു പോയ ഈ പറയുന്ന ബ്രാഹ്മണങ്ങളുടെ ബ്രാഹ്മണ്യത്തിൻ്റെ, ചാതുർവർണ്ണ്യത്തിൻ്റെ വ്യവഹാരങ്ങളിൽ നിന്ന് ഉപനിഷത്തുകളിലെ മൗലികമായൊരു ഏകതാ ദർശനത്തെ ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട് എന്ന മട്ടിലൊരു വാദഗതിയാണ് അദ്ദേഹം ഉയർത്തുന്നത്. ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടിസ്ഥാനപരമായി ഈ നിലപാടിൽ നിന്നുകൊണ്ടാണ് വർഗീയതയ്ക്കെതിരായ വിട്ടുവീഴ്ചയില്ലാത്ത സമരം മാഷ് നടത്തിയത്. ഒരുപക്ഷെ നമ്മുടെ സാമൂഹ്യ ചിന്തകന്മാരിൽ വർഗീയതയോട് തെരുവിൽ കണ്ടടത്ത് വെച്ച് ഏറ്റുമുട്ടിയ ഒരാൾ ഒരുപക്ഷെ മാഷ് മാത്രമാണ്. അതിലൊരു മടിയും മാഷ് കാണിച്ചിട്ടില്ല. ബാബറി മസ്ജിദ് പൊളിച്ചതിന് ശേഷം പിറ്റേ ആഴ്ചകളിൽ തൃശ്ശൂർ ഒരു പ്രഭാഷണ പരമ്പര നടക്കുന്നുണ്ട്. ഭാരതീയത എന്നാണ് അതിൻ്റെ പേര്. ഞാൻ ആ പ്രഭാഷണം കേട്ട ആളാണ്. ആ പ്രഭാഷണ പരമ്പരയിൽ ഇന്ത്യൻ പാരമ്പര്യത്തിൻ്റെ ഈ സംശ്ലേഷണ സ്വഭാവത്തെ, അതിൽ വന്നു ചേരുന്ന വ്യത്യസ്തങ്ങളായ ആശയ പാരമ്പര്യങ്ങളെ വിസ്തരിച്ച് ഹൈന്ദവ വർഗീയത എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഇന്ത്യാവിരുദ്ധമാണ്, എന്തുകൊണ്ട് ഭാരതവിരുദ്ധമാണ് എന്ന് അതിസമർത്ഥമായിട്ട് മാഷ് സ്ഥാപിക്കുന്നുണ്ട്. അദ്ദേഹം തുടങ്ങുന്ന സന്ദർഭത്തിൽ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഞാൻ പിന്നീട് പല പ്രസംഗങ്ങളിലും അത് ഉദ്ധരിച്ചിട്ടുണ്ട്. മാഷ് പറയുന്നുണ്ട്, സമയാകായി എന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും ഇതും കൂടി പറഞ്ഞിട്ട് അങ്ങോട്ട് നിർത്താം, ഇനിയും പറയാൻ ഒരുപാടുണ്ട്. മാഷ് പറഞ്ഞൊരു ഉദാഹരണം ഞാൻ എടുത്തു പറയാം. മാഷ് പറഞ്ഞു, ഇന്ത്യയിൽ 5 മഹാചക്രവർത്തിമാരാണ് ഉണ്ടായത്. അതിൽ 2 പേര് ബൗദ്ധരാണ്. ഒന്ന് അശോകനും മറ്റൊന്ന് ഹർഷവർദ്ധനനും. മാഷ് ആ പേരൊക്കെ വിസ്തരിക്കും കേട്ടോ. ഹർഷവർദ്ധൻ എന്നാണ് ഒരു ചക്രവർത്തിയുടെ പേര്, അശോകൻ എന്നാണ് വേറൊരു ചക്രവർത്തിയുടെ പേര്. ആ പേരിൻ്റെയൊക്കെ അർത്ഥം നോക്കണം. അശോകൻ, ഹർഷവർദ്ധനൻ. ഒരാൾ ജൈനനാണ്, ചന്ദ്രഗുപ്ത മൗര്യൻ. ഒരാൾ മുസൽമാനാണ്, അദ്ദേഹം അക്ബർ. ഒരാൾ ഹിന്ദുവാണ്, വിക്രമാദിത്യൻ, ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ. എന്നിട്ട് മാഷ് അടുത്ത വരി പറയുന്നത്, അതുകൊണ്ട് കണക്ക് പറഞ്ഞാൽ 5-ൽ 1 കണക്കേ പറയാൻ പാടുള്ളൂ. പക്ഷേ ഇപ്പം 5-ൽ 5 കണക്ക് പറയാണ്. കണക്ക് തെറ്റാണ്.
നോക്കൂ, ഇങ്ങനെ ഓരോ സന്ദർഭത്തിൽ നിന്നും എടുത്ത് നമ്മുടെ ഭക്ഷണം, നമ്മുടെ വിജ്ഞാനം, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ ഭാഷ, ഇതിലൊക്കെയുള്ള പങ്കുവയ്പ്പുകളുടെ കൂടിക്കലരലുകളുടെ അതിവിപുലമായൊരു ചരിത്രത്തെ അദ്ദേഹം നിർദ്ധാരണം ചെയ്ത് ഭാരതീയത എന്ന് പറയുന്നത് ഹിന്ദുത്വ വർഗീയത കെട്ടിപ്പൊക്കിയ ഒരാശയമേ അല്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ആ പ്രഭാഷണം അദ്ദേഹം നിർവഹിച്ചത്. വാസ്തവത്തിൽ ബാബറി മസ്ജിദ് തകർച്ചയ്ക്ക് ശേഷം അതിനെതിരെ കേരളം ഉയർത്തിയ ഏറ്റവും ബലിഷ്ഠവും ധീരവും ധാർമ്മികവുമായ സ്വരം മാഷ്ടെ ആ പ്രഭാഷണ പരമ്പരയായിരുന്നു. അവസാന കാലം വരെ അക്കാര്യത്തിൽ അദ്ദേഹം വിട്ടുവീഴ്ച നടത്തിയിട്ടില്ല. സന്യാസിമാരെന്ന് പറഞ്ഞ് പലരും ഇങ്ങനെ അതിൻ്റെ കൂടെ ആ ചാഞ്ചാടി കളിച്ച സമയത്ത് മാഷ് പറഞ്ഞൊരു വാക്യമുണ്ട്: പല കൊള്ളരുതാത്തവന്മാരും സന്യാസി എന്ന വേഷം കെട്ടി എന്തെങ്കിലും ഒരു ആനന്ദൻ എന്ന പേരും സ്വീകരിച്ചു വരും. എന്നിട്ട് പറയും, അതുകൊണ്ട് പലർക്കും പറ്റിയ ഒരു പൊതുപ്പേരുണ്ട്, കൊള്ളരുതാനന്ദൻ എന്ന് പറഞ്ഞാൽ മതി എന്ന് മാഷ് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ മാഷിൻ്റെ നിശ്ചിതമായ വാക്യങ്ങളാണ്. ഞാൻ പറയുന്ന ആ നിലയിൽ ഒരു കാലം രൂപപ്പെടുത്തിയ വലിയ ഒരു ധാർമ്മിക ശബ്ദമാണ്. അദ്ദേഹത്തെ ഒരു നിരൂപകനായിട്ടോ സാഹിത്യ വിമർശകനായിട്ടോ ഒക്കെ നോക്കിയാൽ പരാജയപ്പെട്ടു പോകും. പക്ഷേ അതിനപ്പുറം ഞാൻ ഈ പറഞ്ഞ ഒരു വലിയ കാലത്തിൻ്റെ, ഒരു പക്ഷേ നമ്മുടെ നവോത്ഥാനം ജന്മം നൽകിയ ഒരു നീതിബോധത്തിൻ്റെ ഒരാളൽ, ഒരു പക്ഷേ അവസാനത്തെ ആളൽ എന്ന് വേണമെങ്കിൽ കൂടി പറയാം. അതുകൂടിയായിരുന്നു മാസ്റ്റർ എന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളെ വണങ്ങുന്ന ഒരു കാലം നമുക്ക് ഇങ്ങനെ ഒരു ശബ്ദം നൽകി എന്നത്, അഴീക്കോട് മാസ്റ്ററുടെ ശബ്ദത്തെയാണ് ബഷീർ സാഗരഗർജനമേ എന്ന് വിളിച്ചിരുന്നത്. ആ സാഗരഗർജനം എന്നതിലൊരു ഫലിതം ഉണ്ടെങ്കിലും അതിലൊരു അർത്ഥം ഉണ്ടായിരുന്നു എന്നുകൂടിയാണ് നാം കണക്കാക്കേണ്ടത്. നമസ്കാരം. അഴീക്കോട് മാഷിൻ്റെ ഓർമ്മകളിൽ ആദ്യം 45 മിനിറ്റ് സമയം കടന്നു പോയിരിക്കുകയാണ്. സമയം കടന്നുപോയത് അറിഞ്ഞില്ല. നമുക്കൊരു 15 മിനിറ്റ് ചോദ്യോത്തര വേളയ്ക്കുള്ളതാണ്. ചുരുങ്ങിയ വാക്കുകളിൽ ചോദ്യം ചോദിക്കാം. എൻ്റെ പേര് രജിൽ, ഞാൻ കണ്ണൂർ ജില്ലാ സ്വദേശിയാണ്. അഴീക്കോട് മാഷിൻ്റെ ഒരു വരികൾ ഓർത്തുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. വേഗം പറയാം. അതായത്, ഇന്ദ്രിയങ്ങളിലൂടെ അന്തരാത്മാവിനെ കണ്ടെത്താൻ സാധ്യമല്ല. കാരണം വിഷയങ്ങളെ നേരിടുവാൻ വേണ്ടി വെളിയിലോട്ട് തിരിച്ചാണ് സൃഷ്ടാവ് അതിനെ സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് മാഷ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, മാഷ് അവിടെ രാഷ്ട്രീയമൊന്നും നോക്കാറില്ല, ആരെയും തുറന്ന് വിമർശിക്കും. അപ്പോൾ ഇന്നത്തെ കാലത്ത് പല എഴുത്തുകാരും അങ്ങനെ ചെയ്യുന്നില്ല എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. കാരണം വിമർശിക്കേണ്ട കാര്യത്തിൽ പല ആൾക്കാരും വിമർശിക്കുന്നില്ല. അവരവരുടേതായ രാഷ്ട്രീയ ചുറ്റുപാടിൽ അവർ ചുരുങ്ങിക്കൂടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു അപജയമായിട്ട് തോന്നില്ലേ? ഇപ്പം നമ്മൾ അഴീക്കോട് മാഷിനെ പോലെയുള്ള ആളുകൾ ഇല്ലാതെ പോകുന്നത് നമ്മളൊരു വരുതലമുറക്ക് നല്ലതാണെന്നാണോ, അല്ലെങ്കിൽ അതിനെന്താണ് ഒരു പരിഹാരം എന്നാണ് മാഷിന് തോന്നിയിട്ടുള്ളതെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. അല്ല, അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾക്ക് ഒരു സവിശേഷമായ ജീവിത വീക്ഷണം ഉണ്ടാവുകയും സാമൂഹ്യ വീക്ഷണം ഉണ്ടാകുകയും അതിൽ ഉറച്ചു നിന്നുകൊണ്ട് അയാൾ സംസാരിക്കുകയും തൻ്റെ ആശയങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നതിനെ ഒരു തെറ്റായി കാണേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അഴീക്കോട് മാഷ് എല്ലാറ്റിനോടും ഇങ്ങനെ എതിരിട്ട് നിന്ന ആളാണ്. ഇപ്പം ഈ ചോദ്യത്തിൻ്റെ ഉള്ളൊരു മനോഹരമായ മറുപടി ഒരു പക്ഷേ പണ്ട് വിജയൻ മാഷ് പറഞ്ഞൊരു മറുപടിയാണ്. അതായത്, ലീലാവ് ടീച്ചർ ഒരിക്കൽ പറഞ്ഞു, മാർക്സിസ്റ്റ് പാർട്ടി കൂട്ടിലടച്ച സിംഹമാണ് MN വിജയൻ എന്ന് പറഞ്ഞു. അപ്പോൾ മാഷുടെ മറുപടി, ദേശീയ പ്രസ്ഥാനം കൂട്ടിലടച്ച സിംഹമാണ് ഗാന്ധി എന്ന് ആരും പറഞ്ഞിട്ടില്ല എന്നാണ്. അത് വല്ലാത്തൊരു മറുപടിയാണ്. മാഷ് എപ്പോഴും അങ്ങനെയാണ് കേട്ടോ. ഒരിക്കൽ ചോദിക്കേണ്ടത്, ഇപ്പോൾ പ്രസംഗിക്കുന്നല്ലേ ഉള്ളൂ, എഴുതുന്നില്ലല്ലോ. അപ്പോൾ വിജയ മാഷ മറുപടി, ബുദ്ധനും ക്രിസ്തുവും പ്രസംഗിച്ചിട്ടേ ഉള്ളൂ, എഴുതിയിട്ടില്ല എന്നാണ്. എന്നതുപോലെ ഞാൻ പറഞ്ഞ അത് രണ്ടും രണ്ട് കാര്യമാണ്. ഇങ്ങനെയാണ് വേണ്ടതെന്ന് ഒരാൾക്ക് കരുതാം. മാഷ് അങ്ങനെയായിരുന്നു. പക്ഷേ മാഷും മാറിക്കൊണ്ടിരുന്നു കേട്ടോ. അദ്ദേഹം കോൺഗ്രസ് ആയിട്ട് തുടങ്ങിയ ആളാണ്. ഒരു ഘട്ടത്തിൽ CP ശ്രീധരൻ്റെ നേതൃത്വത്തിലൊക്കെ ഈ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തെ എതിരിടാനായിട്ടൊരു സംഘടന ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ആ സംഘടനയൊന്നും ഉണ്ടായില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് ഉള്ളാട്ടിൽ ഗോവിന്ദൻ നായരാണ് അതിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്നത്. ഉള്ളാട്ടിൽ ഗോവിന്ദൻ നായർ പറഞ്ഞൊരു മറുപടി, പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തെ നേരിടാനായിട്ട് ഒറ്റക്കൊരാൾ നമുക്കുള്ളപ്പോൾ പിന്നെ സംഘടനയൊന്നും വേണ്ട എന്നാണ്. ഈ ഒറ്റക്കൊരാളായിരുന്നു മാഷ്. അവസാനം മാഷ് പുകാസയുടെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ആളായിട്ട് മാറി. അപ്പോൾ ഇതൊക്കെ മാറും. ഞാൻ പറയുന്നത് അതിനെ നമ്മളൊരു അവസരവാദമായിട്ടൊന്നുമല്ല. ജീവിത ബോധ്യങ്ങൾ ആളുകളെ മാറ്റും. അതേസമയം ഇപ്പോൾ അടിയുറച്ച ബോധ്യത്തിൽ നിന്ന് അവസാനം വരെ സംസാരിച്ച ആളുകളുണ്ട്. അത് മറ്റൊരു കാര്യമാണ്. ഇത് രണ്ട് വഴിയാണ്. ഏതെങ്കിലും ശരി തെറ്റെന്നൊന്നും ഞാൻ വിധിക്കുന്നില്ല. പക്ഷേ നമസ്കാരം, ഞങ്ങളുടെയൊക്കെ സുഹൃത്തുക്കളുടെ ഇടയിൽ സംസാരിക്കുമ്പോൾ ഒരു വിഷയം വരാറുണ്ട്. ഇപ്പോൾ അഴീക്കോട് മാഷ് ഇപ്പോൾ ഈ പ്രഭാഷണത്തിൽ പറഞ്ഞ പേരുകൾ തന്നെ, അഴീക്കോട്, MN വിജയൻ, കുട്ടിക്കൃഷ്ണമാരാർ, അല്ലെങ്കിൽ PK ബാലകൃഷ്ണൻ, കേസരി, ഇങ്ങനെയുള്ള ആളുകൾ, അതിൽ തന്നെ പ്രത്യേകിച്ച് അഴീക്കോടും MN വിജയൻ മാഷും, ഇവരുടെ ഒരു അഭാവം നമ്മുടെ ഈ വർത്തമാനകാലത്തിന് കൊടുക്കുന്നൊരു പ്രശ്നമുണ്ട്. അതായത് നേരത്തേക്കാണ് രാഷ്ട്രീയ നേതാക്കളായാലും സാഹിത്യകാരന്മാരായാലും സാമൂഹ്യ പ്രവർത്തകരായാലും നിർത്തിയൊരു ജാഗ്രതയുണ്ടായിരുന്നു. അഴീക്കോട് മാഷുണ്ട്, വിമർശിക്കാൻ അഴീക്കോട് മാഷുണ്ട്, അല്ലെങ്കിൽ MN വിജയൻ മാഷുണ്ട്. അപ്പോൾ തങ്ങളുടെ പ്രവർത്തികൾ കുറച്ചുകൂടെ ഷാർപ്പായിരിക്കണം എന്നൊരു ജാഗ്രത ഇവർ പുലർത്തിയിരുന്നതായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ വർത്തമാനകാലത്ത് ഇവരുടെ ഒരു അഭാവത്തെ
എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പിന്നീടുള്ളൊരു കൗതുകമാണ് ഈ വർത്തമാനകാലത്ത് ഒരു സോഷ്യൽ മീഡിയ വിധി നിർണ്ണയ കാലത്തേക്കൊക്കെ അഴീക്കോട് മാഷൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും അവരൊക്കെ സോഷ്യൽ ഓഡിറ്റ് ചെയ്യപ്പെടുക എന്നൊരു ചോദ്യം കൂടെയുണ്ട്. നിശ്ചയമായിട്ട് ഞാനിപ്പോൾ അഴീക്കോട് മാഷ് ഇല്ലാത്തത് കൊണ്ട് ഈ കാലം മോശമായിപ്പോയി എന്നൊന്നും കരുതുന്ന ആളല്ല. അങ്ങനെ ഒരാളൊരു കാലത്തെ രക്ഷിക്കുന്നൊന്നും കരുതിക്കൂടാന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾ ഓർക്കണ്ടോന്ന് അറിഞ്ഞൂടാ, ഇന്ത്യയിലെ ഏറ്റവും വലിയ വർഗീയ ലഹള നടന്ന എപ്പോഴാണെന്നറിയോ? ഗാന്ധി ജീവിച്ചിരിക്കുമ്പോഴാണ്. 48 വിഭജനത്തിന് പിന്നാലെ ഇന്ത്യയിൽ നടന്ന ആ വർഗീയ ലഹളയിൽ ഏതാണ്ട് 10 ലക്ഷം പേര് കൊല്ലപ്പെട്ടു. ഗാന്ധി ജീവിച്ചിരിപ്പുണ്ട്. ഗാന്ധിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഗാന്ധിയെ കൈവിട്ടതാണ് ഇന്ത്യയുടെ തകരാറെന്ന് നമുക്കിപ്പോൾ പറയാൻ തോന്നണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗാന്ധിയുള്ള കാലത്ത് നമ്മൾ ജീവിക്കണില്ല. അതുകൊണ്ട് ഗാന്ധിയുള്ള കാലത്തും പ്രശ്നമുണ്ട്, അഴീക്കോട് മാഷുള്ള കാലത്തും. പിന്നെ അഴീക്കോട് മാഷയും വിജയൻ മാഷയും ഒക്കെ വലിയ ആഘാതശേഷിയുള്ള പ്രഭാഷകരാക്കി മാറ്റിയതിൽ ആ കാലത്തിന് വലിയ പങ്കുണ്ട്. ഇപ്പോൾ ലളിതമായിട്ട് ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ എത്രയോ പ്രസംഗങ്ങൾ അവരുടെ പിന്നാലെ നടന്നു കേട്ട ഒരാളാണ് ഞാൻ. ആ പ്രസംഗങ്ങളിലൊക്കെ ധാരാളം ആശയങ്ങൾ ആവർത്തിക്കും. പക്ഷേ ഒരു വേദിയിലുള്ള ഒരാളും അടുത്ത വേദിയിലുണ്ടാവില്ല. ഇന്ന് ഞാനിപ്പോൾ ഈ പ്രസംഗം നടത്തിയിട്ട് അടുത്ത വേദിയിൽ മാഷെക്കുറിച്ച് പറയാമ്പോൾ ഇത് മുഴുവൻ കേട്ടിട്ടാണ് ആൾ അവിടെ വരിക. എന്നിട്ട് പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എൻ്റെ അടുത്ത് പറയും, മറ്റേ തമാശ പറഞ്ഞിട്ടില്ല കേട്ടോ എന്ന് പറയും. അതുവരെ പറയും. അപ്പം അതുകൊണ്ട് ഈ കാലം മോശമാണെന്നോ ഈ കാലത്തിന് സാമൂഹ്യ ജാഗ്രത ഇല്ല എന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഒരുപക്ഷെ അഴീക്കോട് മാഷും ഒക്കെ ചെയ്തതിനേക്കാൾ നിശിതമായ സാമൂഹ്യ വിമർശനം നമ്മുടെ സോഷ്യൽ മീഡിയ ചെയ്യുന്നുണ്ട്. ഒരു പിഴവ് വന്നു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയക്കകത്ത് ഉയരുന്ന ശബ്ദം വളരെ വലുതല്ലേ. അതുകൊണ്ട് ഓരോ കാലവും അതാതിൻ്റെ പ്രതികരണ രീതികളെയും, പിന്നെ ഒറ്റയ്ക്കൊരാൾ സമൂഹത്തിൻ്റെ മുഴുവൻ ശബ്ദമാവുക എന്ന് പറയുന്ന യുക്തി ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു. യേശുദാസ് എല്ലാ പാട്ടും പാടിയിരുന്ന കാലം അവസാനിച്ചു. ഇനി ഓരോ പാട്ടും അതാത് പാട്ടുകാർ പാടുന്ന നിലയിലേക്ക് പാട്ട് മാറി. ബഹുസ്വരം എന്ന് പറയുന്നത് അതുകൂടിയാണ്. പലരും പാടിയിരുന്ന പാട്ടുകൾ ഒറ്റയ്ക്ക് പാടിയിട്ടാണ് യേശുദാസ് 3 പതിറ്റാണ്ടോ 4 പതിറ്റാണ്ടോ നമ്മുടെ ഗന്ധർവ ഗായകനായത്. പക്ഷേ ആ ഗന്ധർവ ഗായകത്ത് 21-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തോടെ അവസാനിച്ചു. ഓരോ പാട്ടിനും ഓരോ സ്വരമായി, ഓരോ താളമായി, അതാത് പാട്ടുകാരായി. ഇനി യേശുദാസിനേക്കാൾ വലിയ ഒരു ഗായകൻ വന്നാലും യേശുദാസിന് കിട്ടിയ ചരിത്രപരമായ പദവി ഒരു പാട്ടുകാരനും കിട്ടില്ല. കാരണം ഇത് ചരിത്രം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അഴീക്കോട് മാഷെ സംബന്ധിച്ചൊക്കെ എന്ന് വെച്ചാൽ ഒരു 50-കൾ മുതലിങ്ങോട്ട് ഒരു 90-കൾ 2000 വരെയുള്ള കാലം എന്ന് പറയുന്നത് നവോത്ഥാന ഭാവനയുടെ ബലവും അതിൻ്റെ മാനവിക വീര്യങ്ങളും അതിൻ്റെ രാഷ്ട്രീയ ബോധ്യങ്ങളും ഒക്കെ ഊർജ്ജസ്വലമായി നിന്നൊരു കാലമുണ്ട്. ആ കാലം നൽകിയ ബലം കൂടി മാഷ്ക്കുണ്ട്. നോക്കൂ, ഈ നല്ല കലയും വലിയ കലയും തമ്മിലുള്ള വ്യത്യാസം പറയുമ്പോൾ ഓർക്കേണ്ട കാര്യം, നല്ല കല കലാകൃത്തിൻ്റെ കലയിൽ ഏർപ്പെടുന്ന വ്യക്തിയുടെ പ്രതിഭയുടെ പ്രകാശനമാണ്. വലിയ കല കാലത്തിൻ്റെ സൃഷ്ടിയാണ്. ഇപ്പോൾ ഉറൂബിനേക്കാൾ തകഴിയേക്കാൾ ഒട്ടും കുറഞ്ഞ എഴുത്തുകാരനല്ല ഉറൂബ്. രചനാപരമായി വേണമെങ്കിൽ തകഴിയേക്കാൾ മെച്ചപ്പെട്ട ആളാണെന്ന് പറയാം. പക്ഷേ ഉറൂബ് നല്ല നോവലിസ്റ്റാണ്, തകഴി വലിയ നോവലിസ്റ്റാണ്. നവോത്ഥാനം എന്ന് പറയുന്ന ഒരു ചരിത്ര അനുഭവത്തെ മുഴുവൻ സ്വാംശീകരിച്ചത് ഉറൂബാണ്. അത് നിങ്ങൾക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് അഴീക്കോടിനേക്കാൾ മെച്ചപ്പെട്ട പ്രഭാഷകരുണ്ടാവാം. പക്ഷേ അഴീക്കോടിന് കിട്ടിയ, വിജയമാഷ് കിട്ടിയ, ആ തലമുറയിലെ പ്രഭാഷകർക്ക് കിട്ടിയ സാമൂഹ്യമായ ആഘാതശേഷി, എഫക്റ്റ് ഇനി മറ്റൊരാൾക്കുണ്ടാക്കിയെടുക്കാൻ പ്രയാസമാണെന്ന് തോന്നുന്നു. മാഷേ, ഇപ്പോൾ അഴീക്കോടിൻ്റെ ഒരു കോട്ടാണല്ലോ പ്രാസവാദത്തെക്കുറിച്ച്, ചായക്കോപ്പയിലെ കൊടുങ്കാറ്റാണെന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് മാഷിൻ്റെ അഭിപ്രായം? മാത്രമല്ല, ഈ അക്കാഡമിക് വിമർശനത്തിലേക്ക് ഈ കാലഘട്ടം വന്നപ്പോൾ വിമർശനം വിപുലമാവുകയാണോ അതോ ചുരുങ്ങിപ്പോവുകയാണോ മാഷിൻ്റെ അഭിപ്രായം? 2 കാര്യവും പറയാം. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റാണ് എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അതിലൊരു പരിമിതി ഉണ്ടെന്നാണ് കേട്ടോ എൻ്റെ ഒരു തോന്നൽ. കാരണം രൂപത്തെക്കുറിച്ചുള്ള തർക്കമൊന്നും രൂപപ്രശ്നമല്ല. നിങ്ങൾ സാഹിത്യത്തിൻ്റെ രൂപസംബന്ധിയായി ഉണ്ടാകുന്ന തർക്കങ്ങളെ രൂപപ്രശ്നമായി കാണുന്നത് രൂപത്തെ രൂപമാത്രമായി കാണുമ്പോഴാണ്. ഒട്ടും പ്രതീക്ഷിക്കാനിടയില്ലാത്തൊരു നിരീക്ഷണം ഞാൻ പറയാം. ടെറി ഗിൽട്ടൺ ഒരിക്കൽ പറയുന്നുണ്ട്, ടു റൈറ്റ് ദ ഹിസ്റ്ററി ഓഫ് എ പോയറ്റിക് ഫോം ഈസ് ടു റൈറ്റ് ദ ഹിസ്റ്ററി ഓഫ് ദ പൊളിറ്റിക്കൽ കൾച്ചർ. ഒരു കാവ്യരൂപത്തിൻ്റെ ചരിത്രം എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തവത്തിൽ രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ ചരിത്രം എഴുതലാണ്. അല്ലാതെ രൂപം എന്ന് പറയുന്നത് വളരെ സാങ്കേതികമായ ഒരു കാര്യവും അനുഭവം അതിൽ കുത്തി നിറയ്ക്കുന്ന എന്തോ ഒന്നും എന്ന നിലയ്ക്കല്ല. രൂപം വളരെ ഹിസ്റ്റോറിക്കലാണ്. ഫ്രെഡറിക് ജെയിംസൺ എന്ന് പറയുന്ന നമ്മുടെ കാലത്തെ വലിയ മാർക്സിസ്റ്റ് ചിന്തകൻ രൂപത്തെ വിളിക്കുന്നത് സെഡിമെൻറ്റഡ് കണ്ടൻ്റ് എന്നാണ്. ഊറിക്കൂടി നിൽക്കുന്ന ഉള്ളടക്കമാണ് രൂപം എന്ന് പറയുന്നത്. പ്രാസവാദം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു പൊളിറ്റിക്കൽ ഡിബേറ്റ് കൂടിയായിരുന്നു. അതായത് സാഹിത്യം എന്ന് പറയുന്നത് വ്യവസ്ഥാപിതമായ രൂപസംവിധാനങ്ങൾക്കുള്ളിൽ തുടരുന്നതാണോ അതിനെ മറികടന്ന് പോകേണ്ടതാണോ, ഈ ഒരു അടിസ്ഥാന വീക്ഷണം അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ വ്യവസ്ഥാപിതമായ നിയോ ക്ലാസിസത്തിൻ്റെ ഒരു അഭ്യസിത വൃത്തിയാണ്, ഒരു പണ്ഡിത വൃത്തിയാണ്, പഠിച്ചുണ്ടാക്കുന്ന ഒന്നാണ് കവിത എന്ന് പറയുന്ന യുക്തിയോട് നമ്മുടെ വിമർശനം നടത്തിയ ഒരിടയലാണ് ഈ
ദ്വിതീയാക്ഷരപ്രാസമല്ല എന്ന് പറയുന്നത്. പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട് കേട്ടോ. ഈ ദ്വിതീയാക്ഷരപ്രാസം എന്ന് പറയുന്നത് നമ്മുടെ കാവ്യ സംസ്കാരത്തിൽ നല്ല വേരുള്ള ഒന്നാണ്. ഞാൻ അതിലൊരു വൈരുദ്ധ്യം കൂടി ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ചോദിച്ച സ്ഥിതിക്ക്. AR രാജരാജവർമ്മയാണല്ലോ ദ്വിതീയാക്ഷരപ്രാസവാദത്തിൻ്റെ കേന്ദ്രമായിരുന്നത്. പ്രാസം വേണ്ടാന്ന് വാദിച്ച AR-ആണ്. AR-നെ ഗുരുസ്ഥാനത്ത് കണ്ട് നളിനിക്ക് അവതാരിക എഴുതിച്ച ആളാണ് കുമാരനാശാൻ. പക്ഷെ കുമാരനാശാൻ ഒരു കാലത്തും ദ്വിതീയാക്ഷരപ്രാസം വിട്ടില്ല. AR-ആണ് ഗുരു, AR-ൻ്റെ വഴിയാണ് തൻ്റെ വഴി എന്നൊക്കെ പറഞ്ഞു. എന്ന് മാത്രമല്ല, AR രാജരാജവർമ്മ മരിച്ചതിന് ശേഷം പ്രരോദനം എന്ന് പറയുന്ന വിലാപകാവ്യം എഴുതിയപ്പോഴും ആശാൻ ദ്വിതീയാക്ഷരപ്രാസത്തിൽ എഴുതിയ. ഇതിൽ കൂടുതൽ ഒരു പക്ഷേ ഗുരുനിന്ദ പറ്റൂല. ആ മൂപ്പര് മുഴുവൻ പറഞ്ഞത് ഇത് വേണ്ടെന്നാണ്. നളിനിയുടെ അവതാരികയിലും പറഞ്ഞിട്ടുണ്ട്. ഈ അർത്ഥ പുഷ്ടിക്ക് കൊടുത്ത പ്രാധാന്യം ശബ്ദനിഷ്ഠയിൽ അതുപോലെ കൊടുക്കാതിരുന്നെങ്കിൽ ഈ കാവ്യം കുറെ കൂടി മെച്ചപ്പെട്ടതായെന്ന് പറയുന്നുണ്ട്. ആശാൻ പക്ഷേ കോംപ്രമൈസ് ചെയ്തില്ല. കാരണം ഈ ദ്വിതീയാക്ഷരപ്രാസം എന്ന് പറയുന്നത് ചരിത്രത്തിൽ നിന്ന് മലയാള കവിതയിലേക്കോ അല്ലെങ്കിൽ ഇന്ത്യൻ കാവ്യ പാരമ്പര്യത്തിലേക്കോ കടന്നു വന്ന ഒരു സവിശേഷ ഘടകമാണെന്നൊരു തോന്നൽ ആശാനുണ്ട്. ആശാൻ അത് വിടുന്നില്ല. പക്ഷേ AR-നോട് ബഹുമാനമുണ്ട്. ഞാൻ പറയുന്നത് ഈ വൈരുദ്ധ്യം എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ സെറ്റിൽ ചെയ്യാൻ പറ്റില്ല. അതാണ് അതിനകത്തൊരു കാര്യം. പിന്നെ അക്കാദമിക വിമർശനം, ഈ നോക്കൂ, നമ്മുടെ വിമർശനത്തിന് ഒരു ഘട്ടത്തിലുണ്ടായിരുന്ന ഒരു ഗുണം എന്തായിരുന്നു? ഗുണം എന്നല്ല, പ്രത്യേകത. അത് സാഹിത്യ വിമർശനമായിരുന്നപ്പോൾ തന്നെ സാമൂഹ്യ വിമർശനമായിരുന്നു. കാരണം നവോത്ഥാനത്തിന് ശേഷമുള്ളൊരു 2-3 പതിറ്റാണ്ട് കാലം സാഹിത്യവും സമൂഹ ജീവിതവും തമ്മിൽ വലിയ അകലമൊന്നുമില്ല. തകഴിയുടെ തൊട്ടിയുടെ മകൻ എന്ന് പറയുന്നത് അപ്പുറം നടക്കുന്ന സമര, അല്ലെങ്കിൽ രണ്ടിടങ്ങഴി അപ്പുറം നടക്കുന്ന സമര, അല്ലെങ്കിൽ കേശവദേവൻ്റെ നോവലുകളൊക്കെ അപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതേക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ സമൂഹത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. പക്ഷെ 70കളോടെ സ്ഥിതി മാറുകയും നമ്മുടെ സാഹിത്യ വിമർശനം സാഹിത്യം എന്നൊരു വിശേഷ മേഖലയെ കേന്ദ്രീകരിച്ചതായി മാറുകയും ചെയ്തു. അതോടെ സാഹിത്യം സാഹിത്യ തൽപരരായ ആളുകളുടെ പ്രശ്നമായി. മുണ്ടശ്ശേരി മാഷ സാഹിത്യ പ്രസംഗം എന്ന് പറഞ്ഞാൽ സാഹിത്യ പ്രസംഗമല്ല, ആ കാലത്തെ ഏറ്റവും വലിയ സാമൂഹ്യ സംഭവമാണ് മുണ്ടശ്ശേരി മാഷ പ്രസംഗം. ഇന്നൊരു സാഹിത്യ പ്രസംഗം എന്ന് പറഞ്ഞാൽ സാഹിത്യത്തിൽ തൽപരരായ കുറച്ച് ആളുകൾ വന്നിരുന്ന് കേൾക്കുന്ന ഒരു ചെറിയ കാര്യമായിട്ട് മാറി. അത് സാമൂഹ്യ ഘടനയിലുണ്ടായ മാറ്റമാണ്. സാഹിത്യ വിമർശനത്തിൽ വന്നൊരു പോരായ്മയായിട്ടൊന്നും അതിനെ കാണരുത്. എല്ലാ കാലത്തും സാഹിത്യത്തിനൊരു കേന്ദ്ര പദവി ഉണ്ടാവില്ല. കേസരിയുടെ ഒരു വരി കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. കേസരി എൻ്റെ ഒരു ബാധയാണ്, അതുകൊണ്ടാണ്. കേസരി പറയുന്നൊരു കാര്യമുണ്ട്, 40കളിൽ കേസരി പറയുന്നുണ്ട്, കേരളീയ കലാമണ്ഡലത്തിൽ സാഹിത്യകാരന്മാരും മുതലാളിമാരും ബാക്കി എല്ലാവരും തൊഴിലാളികളുമാണെന്നാണ്. ഇപ്പം അതേതാണ്ട് അവസാനിച്ചു. സാഹിത്യകാരന്മാർ ഇപ്പോൾ മുതലാളിമാരൊന്നുമില്ല, മുതലാളിമാരാണെന്ന് സ്വയം കരുതുന്ന ചില ആളുകളുണ്ട്, ആരും പക്ഷെ മൈൻഡ് ചെയ്യണില്ല. ഇന്ന് ചിത്രകാരന്മാർ, സിനിമാക്കാർ, പാട്ടുകാർ, നർത്തകർ എല്ലാവരും സാഹിത്യത്തെ പോലെ തന്നെ അവരുടെ കലയ്ക്കും പ്രാധാന്യമുണ്ട് എന്ന് കരുതുകയും സമൂഹം അത് വകവെച്ച് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി വിമർശനത്തിന് പഴയ പ്രതാപം തിരിച്ചു കിട്ടുക എന്നുള്ളത് സാധ്യമല്ല. നമസ്കാരം.